എന്താ നമ്മൾ എടുത്തോണ്ടിരുന്ന കഴിഞ്ഞ ക്ലാസ്സില് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അല്ലേ എടുത്തേ? അപ്പൊ അതിൽ എവിടം വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേ? അഡ്വക്കസി ആൻഡ് അവയർനെസ് മെഷേഴ്സ് വരെ എടുത്തത്. ഓക്കെ, അപ്പൊ ഇന്ന് ഈ ചാപ്റ്റർ കംപ്ലീറ്റ്, ഈ ചാപ്റ്റർ പെട്ടെന്ന് തീരും, ഒരു 11 മണിക്ക് മുന്നേ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് SC സൈഡ് എടുക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഫങ്ഷൻസ് ഓഫ് ദി അതോറിറ്റി. ഫങ്ഷൻസ് ഓഫ് ദി അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതോറിറ്റിന്റെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോ സെക്ഷൻ 34 ആണ് പറയുന്നത് അതോറിറ്റിന്റെ ഫങ്ഷൻസിനെ പറ്റിയിട്ട്. അപ്പൊ എന്തൊക്കെയാ? ഫസ്റ്റ് വൺ, ആരാ രജിസ്റ്റർ ചെയ്യാ? റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനൊക്കെ ആരാ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക? ആരുടെ അടുത്ത് ഇവരൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്? അതോറിറ്റിന്റെ അടുത്ത് അല്ലേ? അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെയും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അടുത്തത് ആരുടെ വെബ്സൈറ്റിലേക്ക് ഇവർക്ക് ഇങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞില്ലേ? അത് എന്തിലേക്ക് ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ കിട്ടുക? വെബ്സൈറ്റിലേക്ക് അല്ലേ? അപ്പൊ ആ വെബ്സൈറ്റിൽ എന്തൊക്കെ ഉണ്ടാവുക? എല്ലാ പ്രോജക്ട്സിന്റെയും മറ്റു കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് റെറയുടെ വെബ്സൈറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, ടു പബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എ വെബ്സൈറ്റ് ഓഫ് റെക്കോർഡ്സ് പബ്ലിക്ലി ആക്സസിബിൾ ഓഫ് ഓൾ പ്രോജക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ്. എല്ലാ പ്രോജക്ട്സും അതിന്റെ ഡീറ്റെയിൽസോട് കൂടിയ എല്ലാ പ്രോജക്ട്സിന്റെ കാര്യങ്ങളും പബ്ലിക് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആര്? റെറ. ഓക്കെ, പിന്നെ ടു മെയിൻറ്റെയിൻ എ ഡാറ്റാബേസ് ഓൺലൈൻ പബ്ലിക്ലി ആക്സസിബിൾ ഓഫ് ഡിഫോൾട്ട് പ്രൊമോട്ടേഴ്സ് വിത്ത് നെയിംസ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിവോക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു പ്രൊമോട്ടർ ടൈംലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ ഏതെങ്കിലും പ്രൊവിഷൻസ് കോൺട്രാവെൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലോ എന്ത് ചെയ്യും? അവരുടെ രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്യും. എന്നിട്ട് അവരെ എന്ത് ചെയ്യും? അവരെ ഡീഫോൾട്ടേഴ്സ്, ലിസ്റ്റ് ഓഫ് ഡീഫോൾട്ടേഴ്സിൽ അവരുടെ പേര് പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആരൊക്കെയാണ് ഡീഫോൾട്ടേഴ്സ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഒരു ഓൺലൈൻ ഡാറ്റാബേസിൽ അവരെന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും. ഓക്കെ, പിന്നെ ടു മെയിൻറ്റെയിൻ എ ഡാറ്റാബേസ് ഓൺലൈൻ പബ്ലിക്ലി ആക്സസിബിൾ ഓഫ് രജിസ്റ്റേർഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ആൻഡ് എ ലിസ്റ്റ് ഓഫ് ദോസ് ഹൂസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ റിജക്റ്റഡ് ഓർ റിവോക്ഡ്. അതായത് ഏതൊക്കെ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ആണ് രജിസ്ട്രേഷൻ ഉള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻസ്, ഏതൊക്കെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിന്റെ രജിസ്ട്രേഷൻ ആണ് റിവോക്ക് ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതിരുന്നത്, റിജക്ട് ചെയ്തത്, ഈ ഇൻഫർമേഷൻ ഒക്കെ ഉള്ള ഒരു ഡാറ്റാബേസ് റെറ എന്ത് ചെയ്യും? ഓൺലൈൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അത് പബ്ലിക്കലി ആക്സസിബിൾ ആയിരിക്കും, എല്ലാവർക്കും അത് എന്ത് ചെയ്യാം? ഓൺലൈൻ കയറി നോക്കാം. ഓക്കെ, ടു അഡ്വൈസ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് ടു ദി ഗവൺമെന്റ് ടു ഫെസിലിറ്റേറ്റ് ദി ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓഫ് എ ഹെൽത്തി, ട്രാൻസ്പെറന്റ്, എഫിഷ്യന്റ് ആൻഡ് കോമ്പറ്റീറ്റീവ് റിയൽ എസ്റ്റേറ്റ് സെക്ടർ. ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, നല്ല കോമ്പറ്റീഷൻ ഉള്ള, നീതിപരമായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടർ രാജ്യത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഗവൺമെന്റിന് കൊടുക്കുന്നത് ആരാ? റെറയാണ്. ഓരോ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട റെസ്പെക്റ്റീവ് അതോറിറ്റീസ് ആണ് സെൻട്രൽ ഗവൺമെന്റിന് ആ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കണം, ഏതൊക്കെ പോളിസി ഉണ്ടാക്കണം, എന്തൊക്കെ ഡയറക്ഷൻസ് പാസ് ചെയ്യണം എന്നൊക്കെയുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക. അപ്പൊ റിയൽ എസ്റ്റേറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന ആരാ? റെറ. ഓക്കെ, പിന്നെ ടു എൻഷുർ കംപ്ലയൻസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ഈ ആക്ടിന്റെ അടിയിലെ എല്ലാ പ്രൊവിഷൻസും എല്ലാവരും കംപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതൊക്കെയാണ് റെറേന്റെ ഫങ്ഷൻസ്. ഓക്കെ, നീ എന്താ ഗെയിം കളിക്കണോ അവിടെ? ഓക്കെ, ഇനി അടുത്തത് പവർ ഓഫ് അതോറിറ്റി. അതോറിറ്റിന്റെ പവേഴ്സ്, റെറയ്ക്ക് എന്തൊക്കെ പവേഴ്സ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, to impose penalty or interest on promoter allotee agent in regard of any contravention of the obligations. അവരുടെ മേലെ കാസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒബ്ലിഗേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാവെൻഷൻ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അലോട്ടിക്കും പ്രൊമോട്ടർക്കും ഏജന്റിനും എഗൻസ്റ്റ് പെനാൽറ്റി കൂടാതെ അതിന്റെ മേലെ അഡീഷണൽ ഇൻട്രസ്റ്റും ലെവി ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്? റെറയ്ക്കുണ്ട്. ഓക്കെ, പിന്നെ ടു റെഗുലേറ്റ് ഇറ്റ്സ് ഓൺ പ്രൊസീജിയർ. എന്ത് റെഗുലേറ്റ് ഇറ്റ്സ് ഓൺ പ്രൊസീജിയർ എന്ന് പറയുന്നത്? റെറ എന്താണ്? റെറ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ഓക്കെ, അപ്പൊ റെറയ്ക്ക് എന്ത് ചെയ്യാം? റെറേന്റെ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ റെറേന്റെ പ്രൊസീജിയേഴ്സ് റെറയ്ക്ക് തന്നെ തീരുമാനിക്കാം. ആരും പറയേണ്ട ആവശ്യമില്ല റെറേനോട് ഇങ്ങനെ ചെയ്യും, അവിടെ മീറ്റിംഗ് വെക്കും, ഇവിടെ മീറ്റിംഗ് വെക്കും എന്ന് പറഞ്ഞിട്ട്
റെറേനോട് ആരും പറയേണ്ട കാര്യമില്ല. റെറേന്റെ പ്രൊസീജിയർ റെറയ്ക്ക് തന്നെ എന്ത് ചെയ്യാം, ഗവേൺ ചെയ്യാം. കാരണം റെറ എന്താണ്, റെറ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, എന്താ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഇതായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ട് വഴി ഫോം ചെയ്ത ബോഡീസിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നമ്മളിപ്പോ ഒരുപാട് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ പറ്റി പഠിച്ചില്ലേ? ഏതൊക്കെയാ 1-2 സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന്റെ പേര് പറ. സെബി കറക്റ്റ് ആണ്. സെബി എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സെബി ആക്ട് വഴി ഫോം ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെബി. പിന്നെ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു ആക്ട് ആണ്. അതിന്റെ അടിയിലാണ് മറ്റേ ഡെപ്പോസിറ്ററീസും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഇതാക്കിയിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് സ്റ്റാറ്റ്യൂട്ട് വഴി ഫോം ചെയ്ത ബോഡീസ് ഉണ്ട്. ICSI ഇല്ലേ, ICSI എന്താ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നെ വേറെ എന്താ, നമ്മുടെ IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഇല്ലേ, അതെന്താണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് IRDA ആക്ട് വഴി വന്ന ഒരു ബോഡിയാണ് അത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ്, കോമ്പറ്റീഷൻ ആക്ട് വഴി വന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അങ്ങനത്തെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഇല്ലേ, അതൊക്കെ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ട് വഴി ഫോം ചെയ്ത ബോഡീസിനാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയാം. അതുകൊണ്ട് റെറ എന്താണ്, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, അതും എന്താണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ഇനി to suo motu make reference to Competition Commission of India of any matter that has effect of market power of monopoly situation being abused or adversely affecting the market interest of the allottee. അതായത് വേറെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു കംപ്ലൈന്റ് ലഭിക്കാതെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഏതെങ്കിലും ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകളോ ഒരു മേജർ മൊണോപോളി ആയിട്ട് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊണോപോളിസ്റ്റിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വമേധയാ എന്ത് ചെയ്യാം, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു റെഫറൻസ് വിടാം. റെഫറൻസ് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവരോട് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനായിട്ട് ഒരു റെഫറൻസ് ഇവർക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ CCIയിൽ പഠിച്ച CCIക്ക് എങ്ങനെയൊക്കെ അന്വേഷിക്കാൻ പറ്റുക, സുവോ മോട്ടോ എടുക്കാം, ഓൺ റെഫറൻസ് ഫ്രം എനി കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ ഇതൊക്കെ എന്താണ്, കോമ്പിറ്റന്റ് അതോറിറ്റീസ് ആണ്. അപ്പൊ ഏതെങ്കിലും അതോറിറ്റിന്ന് വഴി റെഫറൻസ് വന്നു കഴിഞ്ഞാൽ CCIക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അപ്പോൾ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഏതെങ്കിലും പ്ലേയേഴ്സ് ഒരു മൊണോപോളിസ്റ്റിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വമേധയാ സുവോ മോട്ടോ അവർക്ക് എന്ത് ചെയ്യാം, ഒരു റെഫറൻസ് CCIയിലേക്ക് അയക്കാം. ഓക്കെ, ടു സുവോ മോട്ടോ upon a complaint call upon promoter, agent or allottee at any time in order to furnish writing information or explanation. അതായത് സ്വമേധയാ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും കൊടുത്ത എന്തെങ്കിലും കംപ്ലൈന്റിന്റെ ഇൻഫർമേഷന്റെ ബേസിൽ ഏതെങ്കിലും പ്രൊമോട്ടറിനെ, അലോട്ടീനെ അല്ലെങ്കിൽ ഏജന്റിനെ ഒക്കെ ഏത് സമയത്ത് വേണമെങ്കിലും അവൾക്ക് വിളിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻ റൈറ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഇൻ റൈറ്റിംഗ് തരാനായിട്ട് ആർക്ക് ആവശ്യപ്പെടാം, റെറയ്ക്ക് ആവശ്യപ്പെടാനായിട്ടുള്ള പവർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതോറിറ്റി മേ അപ്പോയിന്റ് 1 or more persons to investigate and inquire into relation or affairs of the promoter, allottee or agent. പ്രൊമോട്ടറുടെയോ അലോട്ടിന്റെയോ ഏജന്റിന്റെയോ അഫയേഴ്സിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അന്വേഷണം നടത്താനായിട്ട് ഒന്നോ അതിൽ കൂടുതലോ ഓഫീസേഴ്സിനെ ആർക്ക് അപ്പോയിന്റ് ചെയ്യാം, റെറയ്ക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. ഓക്കെ, അപ്പോ ഒരു സിവിൽ കോർട്ടിന്റെ പവേഴ്സ് ആർക്കും ഉണ്ടാവും, റെറയ്ക്കും ഉണ്ടാവും. എന്തൊക്കെയാ സിവിൽ കോർട്ടിന്റെ പവേഴ്സ്? സമ്മണിങ്, പിന്നെ ഡയറക്റ്റ് ഡിസ്കവറി, സമ്മണിങ്, ഇഷ്യൂയിങ് കമ്മീഷൻസ്, അതൊക്കെയാണ് എന്ത്, സിവിൽ കോർട്ടിന്റെ പവേഴ്സ്. ആ സിവിൽ കോർട്ടിന്റെ പവേഴ്സ് ഒക്കെ ആർക്കും ഉണ്ടാവും, റെറയ്ക്കും ഉണ്ടാവും. ഓക്കെ, ഇറ്റ് മേ പാസ് ഇൻട്രി, എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനും സിവിൽ കോർട്ടിന്റെ പവേഴ്സ് ഉണ്ടാവും. അതേപോലെ ഓരോ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന്റെ കീഴിൽ അപ്പോയിന്റ് ചെയ്യുന്ന ഓരോ ഓഫീസേഴ്സിനും എന്തുണ്ടാവും, സിവിൽ കോർട്ടിന്റെ പവേഴ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഇൻട്രീം ഓർഡേഴ്സ് പാസ് ചെയ്യാം. എന്ത് ഇൻട്രീം ഓർഡേഴ്സ് എന്താ, ഇടക്കാല ഉത്തരവ്. ഓക്കെ, ഇപ്പൊ ഫൈനൽ ആയിട്ട് ഒരു മാറ്റർ ഡിസ്പോസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കില്ലേ, അപ്പൊ ഇപ്പൊ ടെമ്പററി ആയിട്ട് ആ കേസ് ഫുൾ ആയിട്ട് ഫൈനൽ വിധി വരുന്നത് വരെ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള റെമഡി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇൻട്രീം ഓർഡേഴ്സ് പാസ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. ഓക്കെ, ടു ഗിവ് ഡയറക്ഷൻസ് ടു പ്രൊമോട്ടർ, അലോട്ടി, ഏജന്റ് ദാറ്റ് വുഡ് ബി ബൈൻഡിങ് ഓൺ ദം. അതായത് പ്രൊമോട്ടി, അലോട്ടി, ഏജന്റ് ഇവരുടെയൊക്കെ മേലെ ബൈൻഡിങ് ആയിട്ട്, അതായത് ഇവരൊക്കെ ഫോളോ ചെയ്യേണ്ട ഡയറക്ഷൻസ് ആർക്ക് ഇഷ്യൂ ചെയ്യാം, റെറയ്ക്ക് ഇഷ്യൂ ചെയ്യാം. ഓക്കെ,
പിന്നെ റെറ പാസ് ചെയ്ത ഓർഡേഴ്സ്, ആ ഒരു ഓർഡർ പാസ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ വേണമെങ്കിൽ റെറയ്ക്ക് തന്നെ എന്ത് ചെയ്യാം, ആ ഓർഡർ അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെറ ഇന്ന് എന്ത് ചെയ്തു, ഒരു ഓർഡർ പാസ് ചെയ്തു. ഒരു 2 ഇയേഴ്സിനുള്ളിൽ ആരെങ്കിലും പറഞ്ഞ ഈ ഓർഡറിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ റെറയ്ക്ക് തന്നെ തോന്നി ഈ ഓർഡറിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഓർഡർ പാസ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാം, റെറ പാസ് ചെയ്ത ഓർഡർ അമെൻഡ് ചെയ്യാം. ഓക്കെ. പിന്നെ to recover interest, penalty or compensation from promoter, allotee or agent. പ്രൊമോട്ടറിന്റെ അലോട്ടിന്റെ ഏജന്റിന്റെ അടുത്ത് ഇൻട്രസ്റ്റോ പെനാൽറ്റി അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഒക്കെ റിക്കവർ ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്, റെറയ്ക്കുണ്ട്. ഓക്കെ. പിന്നെ ടു എൻഫോഴ്സ് ഓർഡേഴ്സ് ഓർ ഡയറക്ഷൻസ് ഓഫ് എനി അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഓർ ദി റെഗുലേറ്ററി അതോറിറ്റി ഓർ അപ്പീലേറ്റ് ട്രിബ്യൂണൽ ആസ് ദി കേസ് മേ ബി. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറോ റെഗുലേറ്ററി അതോറിറ്റിയോ അല്ലെങ്കിൽ അപ്പീലേറ്റ് ട്രിബ്യൂണലോ പാസ് ചെയ്ത ഓർഡേഴ്സ് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്, റെറയ്ക്കുണ്ട്. അതായത് എൻഫോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്, റെറയ്ക്കുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി അടുത്തത് റെഗുലേറ്ററി അതോറിറ്റി, അതായത് റെറേന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ച റെസ്പോൺസിബിലിറ്റി എന്താ, രജിസ്ട്രേഷൻ അല്ലെ. റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സും റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെയും രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആരാ, ആർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക, റെറയ്ക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ആ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് അതൊന്നെങ്കിൽ റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക ചെയ്യേണ്ടത് ആരാ, റെറയാണ്. അപ്പൊ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ, രജിസ്ട്രേഷൻ ഓഫ് ദി റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസ്. ഓക്കെ. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്താ, ഒരു പ്രോജക്റ്റ് സാധാരണ ഇത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തിനു അപ്ലൈ ചെയ്യാം, എക്സ്റ്റൻഷൻ ഓഫ് ടൈമിന് അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. മാക്സിമം എത്ര ടൈം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, എല്ലാരും അങ്ങോട്ട് നോക്കുന്നേ, ഇന്നലെ പഠിച്ചാ മാക്സിമം എക്സ്റ്റൻഷൻ എത്ര ടൈം വരെ കൊടുക്കാം, മാക്സിമം എക്സ്റ്റൻഷൻ 1 ഇയർ വരെ അല്ലേ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം എക്സ്റ്റൻഷൻ ഓഫ് ടൈം. എല്ലാരും 30-60 പിടിച്ചോണ്ടിരിക്കുക. ഓക്കെ. അപ്പോ അതായത് ടൈംലി കംപ്ലീഷൻ ഓഫ് ദി പ്രോജക്ട്. ഒരു സമയം ഒരു പ്രോജക്ട് എന്ത് ചെയ്യണം, ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അത്ര സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, പ്രൊമോട്ടർക്ക് എന്ത് കൊടുക്കാം, എക്സ്റ്റൻഷൻ ഓഫ് ടൈമിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ എക്സ്റ്റൻഷൻ ഓഫ് ടൈമിന് വേണ്ടി സെക്ഷൻ 4 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ല. സെക്ഷൻ 4 ആണോ സെക്ഷൻ 5 ആണോ, 5 ആണെന്ന് തോന്നുന്നു അല്ല, എക്സ്റ്റൻഷൻ ഓഫ് ടൈം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സെക്ഷൻ 6 ആ, എക്സ്റ്റൻഷൻ ഓഫ് രജിസ്ട്രേഷൻ സെക്ഷൻ 6. സെക്ഷൻ 6 നോക്ക്, കണ്ടോ. അപ്പൊ മാക്സിമം എക്സ്റ്റൻഷൻ ഗ്രാന്റ് ചെയ്യാൻ പറ്റുന്ന എത്രയാ, 1 ഇയർ വരെയാണ് എക്സ്റ്റൻഷൻ ഗ്രാന്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ എക്സ്റ്റൻഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട് അല്ലെങ്കിൽ അതിന്റെ റിവോക്കേഷൻ, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാ, അതും റെറയ്ക്കാണ്. ഓക്കെ. ഇനി റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദി റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആൻഡ് ഇറ്റ്സ് റിവോക്കേഷൻ. അതേപോലെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് രജിസ്ട്രേഷൻ എക്സ്പയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനും അല്ലെങ്കിൽ അത് റിവോക്ക് ചെയ്യാനായിട്ടുമുള്ള റെസ്പോൺസിബിലിറ്റി ആരുടെയാ, അതും റെറേന്റെ ആണ്. ഓക്കെ. ടു മെയിൻറ്റെയിൻ എ വെബ്സൈറ്റ് ഓഫ് റെക്കോർഡ്സ് ഫോർ പബ്ലിക് വ്യൂവിംഗ്. പ്രോപ്പർ ആയിട്ട് ഒരു വെബ്സൈറ്റ് ആര് മെയിൻറ്റെയിൻ ചെയ്യണം, റെറ മെയിൻറ്റെയിൻ ചെയ്യണം. ആ വെബ്സൈറ്റിൽ എല്ലാ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യണം, റെറ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. ടു അപ്പോയിന്റ് 1 or more അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. ഈ ആക്ടിന്റെ അടിയിലെ ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഈ ആക്ടിന്റെ അടിയിലെ ഗ്രീവിയൻസസ് റിട്രേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ അതിൽ കൂടുതൽ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സിനെ എന്ത് ചെയ്യണം, ഈ ആക്ടിന്റെ അടിയിൽ റെറ അപ്പോയിന്റ് ചെയ്യണം. ഓക്കെ. നോട്ടിഫൈ റെഗുലേഷൻസ് ഫ്രം ടൈം ടു ടൈം. റിക്വയർഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആര് മെയിൻറ്റെയിൻ ചെയ്യണം, ആര് നോട്ടിഫൈ ചെയ്യണം, റെറ നോട്ടിഫൈ ചെയ്യണം. ഓക്കെ. റെക്കമെൻഡേഷൻ ഫോർ ദി ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓഫ് എ ഹെൽത്തി ട്രാൻസ്പെറന്റ് റിയൽ എസ്റ്റേറ്റ് സെക്ടർ. ഒരു ഹെൽത്തി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സെക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർക്കാ റെക്കമെൻഡേഷൻ കൊടുക്കുക, ഗവൺമെന്റിനാണ് റെക്കമെൻഡേഷൻ കൊടുക്കുക. ഓക്കെ. ഇതല്ലേ റെക്കോർഡിങ്ങിൽ വരിക നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ. ഓക്കെ. ക്ലിയർ ആയോ റെസ്പോൺസിബിലിറ്റീസ്? ഡൗട്ട് ഉണ്ടോ? ഉറപ്പല്ലേ? ഓക്കെ. റെറ കഴിഞ്ഞു. ഇനി അടുത്തത് സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ ആണ് കേട്ടോ.
ഓക്കെ, സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ. അപ്പൊ ഈ സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ എന്ന് പറയുമ്പോൾ അവരുടെ റോൾ എന്തായിരിക്കും? അഡ്വൈസറി റോൾ ആയിരിക്കും അല്ലേ? സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവരുടെ റോള് അഡ്വൈസറി റോൾ ആയിരിക്കും. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ഫ്രം ടൈം ടു ടൈം ആവശ്യമുള്ള അഡ്വൈസും റെക്കമെൻഡേഷൻസും ഒക്കെ കൊടുക്കുകയായിരിക്കും മെയിൻ ആയിട്ടുള്ള റോള്. ഓക്കെ, അപ്പൊ സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ ആരായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് ആ ഒരു സ്പെസിഫൈ ചെയ്യുന്ന ഡേറ്റിൽ തൊട്ട് എഫക്റ്റോട് കൂടി സെൻട്രൽ കൗൺസിൽ എന്നറിയപ്പെടുന്ന സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ എന്നറിയപ്പെടുന്ന ഒരു കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് can establish, has the power to establish a council to be called as the Central Advisory Council from the date as it may specify. Okay, about Minister to the Government of India in charge of central government dealing with housing shall be the ex officio chairperson of the Central Advisory Council. Okay, അതായത് ഈ ഒരു പോസ്റ്റ് ഹോൾഡ് ചെയ്തിരുന്ന മിനിസ്ട്രി ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്, അതായത് ഹൗസിംഗുമായിട്ട് ഡീൽ ചെയ്യുന്ന ആ ഒരു മിനിസ്ട്രിയിലെ ഒരു മിനിസ്റ്റീരിയൽ റോള് ഹോൾഡ് ചെയ്തിരുന്ന ഒരാളായിരിക്കും സെൻട്രൽ അഡ്വൈസറി കൗൺസിലിന്റെ ആര്? ചെയർപേഴ്സൺ. ഓക്കെ, ചെയർപേഴ്സൺ ആരായിരിക്കും? ദ മിനിസ്റ്റർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ചാർജ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഡീലിംഗ് വിത്ത് ഹൗസിംഗ്. സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രിയിലെ ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഡീല് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ മിനിസ്റ്റർ ആയിരിക്കും, എക്സ് ഒഫീസിയോ മെമ്പർ ആയിരിക്കും ഇതിന്റെ അകത്തെ ആര്? ചെയർപേഴ്സൺ. ഓക്കെ, ദ സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ ഷൽ കൺസിസ്റ്റ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി, ഇനി വേറെ ആരൊക്കെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്, മിനിസ്ട്രി of Finance, Ministry of Industry and Commerce, Ministry of Urban Development, Ministry of Consumer Affairs, Ministry of Corporate Affairs, Ministry of Law and Justice, Nidhi Aayog, National Housing Bank. ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ ഉള്ള മെമ്പേഴ്സ് ബാക്കി ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, 5 representatives of the state government to be selected by rotation as notified. ഈ മിനിസ്ട്രീസിൽ നിന്നും ഈ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ഒക്കെ ഓരോ റെപ്രസെന്റേറ്റീവ്സും ഉണ്ടാവും. അത് കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് റൊട്ടേഷൻ വഴി ചൂസ് ചെയ്യുന്ന 5 റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. എന്താ റൊട്ടേഷൻ വഴി എന്ന് പറയുന്നത്? 5 സ്റ്റേറ്റ്സ് അല്ലല്ലോ ഉള്ളത്. അപ്പൊ ഒരു സമയത്ത് 5 സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ്സ് ആണ് പറ്റുക. അതിങ്ങനെ റൊട്ടേഷൻ വഴി എന്ത് ചെയ്യും? അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, എല്ലാവർക്കും ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ ഇതിൻ്റെ അകത്ത് നിന്നൊക്കെയുള്ള റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും ആര്? അതിന്റെ മെമ്പേഴ്സ്. ഓക്കെ, ഇത് മനസ്സിലായോ? എന്താ ഈ ബൈ റൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ ഷൽ ഓൾസോ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 10 മെമ്പേഴ്സ് ടു റെപ്രസെന്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി, കൺസ്യൂമേഴ്സ്, റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ്, കൺസ്ട്രക്ഷൻ ലേബേഴ്സ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആൻഡ് അക്കാഡമിക് ആൻഡ് റിസർച്ച് ബോഡീസ് ഇൻ റിയൽ എസ്റ്റേറ്റ് സെക്ടർ. അതായത് ഈ പറയുന്ന ഏരിയാസിൽ നിന്നൊക്കെ 10 കൂടാതെ വേറെ മെമ്പേഴ്സും എന്തുണ്ടാവും? ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ കോമ്പസിഷൻ എങ്ങനെയാ? ഫസ്റ്റ് ചെയർപേഴ്സൺ ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗിലെ മിനിസ്റ്റർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, എക്സ് ഒഫീസിയോ ആയിരിക്കും ആര്? ചെയർപേഴ്സൺ. പിന്നെ ഈ പറയുന്ന ഏരിയാസിൽ നിന്നൊക്കെ എന്തുണ്ടാവും? റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. 5 സ്റ്റേറ്റ് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, അത് ബൈ റൊട്ടേഷൻ. പിന്നെ ഈ താഴെ പറയുന്ന അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി, കൺസ്യൂമർ, റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് ഇവരെയൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 10 കൂടാത്ത മെമ്പേഴ്സും ഉണ്ടാവും. നോട്ട് മോർ ദാൻ 10 മെമ്പേഴ്സ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, ഇനി ഫങ്ഷൻ ഓഫ് സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ. ഇവർക്ക് എന്താ ഇപ്പൊ ബ്രേക്ക്? അവർ 9:30 തുടങ്ങുന്നതല്ലേ? ഫങ്ഷൻസ് ഓഫ് ഫവാസാറിന്റെ ക്ലാസ് 9:30 തന്നെയാ, 9:30 തന്നെ. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ. സെൻട്രൽ അഡ്വൈസറി കൗൺസിലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സെക്ഷൻ 42. The Central Advisory Council is required to advise the central government on matters relating to implementation of the Act, questions of policy, protection of consumer interests, foster growth and development of real estate sector, and other matters as may be assigned to it by the central government. Appo central government, central advice. Endada?
ഓക്കെ, അപ്പൊ സെൻട്രൽ അഡ്വൈസറി കൗൺസിലിന്റെ റോൾ എന്താണെന്ന് പറഞ്ഞേ? നിങ്ങൾക്കും കയറണോ? സെൻട്രൽ അഡ്വൈസറി കൗൺസിലിന്റെ റോൾ എന്താന്ന് പറഞ്ഞേ? അഡ്വൈസറി റോൾ അല്ലേ പറഞ്ഞേ? സെൻട്രൽ അഡ്വൈസറി കൗൺസിലിന്റെ റോൾ എന്തായിരിക്കും? അഡ്വൈസറി റോൾ ആയിരിക്കും അല്ലെ? അപ്പൊ ആരായിരിക്കും അഡ്വൈസ് ചെയ്യാ? സെൻട്രൽ ഗവൺമെന്റിന്. അപ്പോ അതായത് ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റനിൽ വരുന്ന മാറ്റേഴ്സുമായിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യാനും, അതായത് കൺസ്യൂമർ ഇൻട്രസ്റ്റ്, പിന്നെ ഡെവലപ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഡെവലപ്മെന്റ് ഫോസ്റ്റർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റു മാറ്റേഴ്സ്, ഈ റിയൽ എസ്റ്റേറ്റ് സെൻട്രൽ അഡ്വൈസറി കൗൺസിലിനെ സ്പെസിഫിക് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒക്കെ മാറ്റേഴ്സിനെ പറ്റിയിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? സെൻട്രൽ അഡ്വൈസറി കൗൺസിലിന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഉറപ്പല്ലേ? സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ ഏതാ സെക്ഷൻ? സെക്ഷൻ 41. കോമ്പോസിഷൻ എങ്ങനെയാ? ചെയർപേഴ്സൺ ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗിന്റെ മിനിസ്റ്റർ. ഓക്കെ, എക്സ് ഒഫീസിയോ. പിന്നെ മെമ്പേഴ്സ് മിനിസ്റ്റർ ഓഫ് നിതി ആയോഗ്, അവിടെ നിന്നൊക്കെയുള്ള റെപ്രസെന്റേറ്റീവ്സും. പിന്നെ എത്ര സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും? 5. അതെങ്ങനെയായിരിക്കും വരിക? ബൈ റൊട്ടേഷൻ. പിന്നെ വേറെ മെമ്പേഴ്സോ? ബാക്കി റിയൽ എസ്റ്റേറ്റ് ഏജൻസ്, കൺസ്യൂമേഴ്സ്, ഇവരുടെ ഒക്കെ അടുത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? നോട്ട് മോർ ദാൻ 10. ഓക്കെ, ഇവരുടെ റോൾ എന്താ? അഡ്വൈസറി റോൾ. സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യാന്നുള്ളതാണ് റോൾ. അടുത്തത് റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഓക്കെ, ഇതാണ് ചാപ്റ്ററിലെ ലാസ്റ്റ് ബോഡി. റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഓക്കെ, അപ്പോ RERT, റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഓക്കെ, സോറി, REAT, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്, അതായത് ഈ ആക്ട് എൻഫോഴ്സ് ചെയ്ത്, ഈ ആക്ട് ഏത് വർഷം വന്നേ? 2016 അല്ലെ? അപ്പൊ ആക്ട് എൻഫോഴ്സ് ചെയ്തിട്ട് ഒരു വർഷത്തിനുള്ളിൽ എന്ത് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്? എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാ പറഞ്ഞേ? റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ടു ബി എസ്റ്റാബ്ലിഷ്ഡ് within 1 year from the enforcement of the act. ഈ ആക്ട് എൻഫോഴ്സ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ഇറ്റ് ഷാൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്നാ പറഞ്ഞത്. അത് മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോ ഓർഡിനറിലി വൺ സ്റ്റേറ്റ് can establish one REAT by the act of the government. One may have more than one tribunal and more than one state may have one sole tribunal. ഓക്കെ, അപ്പൊ ഇവിടെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയാൻ കാര്യം എന്താ? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ടാക്കാം. ഓക്കെ, അതായത് സാധാരണഗതിയിൽ ഈ അപ്പലേറ്റ് ട്രിബ്യൂണൽസ് ഒക്കെ എത്ര ഉണ്ടാവുക? എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണലിന് എല്ലാ സ്റ്റേറ്റിലും വേണമെങ്കിൽ എന്തുണ്ടാക്കാം? സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഒന്നോ അതിൽ കൂടുതൽ അപ്പലേറ്റ് ട്രിബ്യൂണലോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾക്കായിട്ട് ഒരു സോൾ ട്രിബ്യൂണലോ എന്ത് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾക്കായിട്ട് സോൾ ട്രിബ്യൂണൽ വരുമ്പോൾ ആരാ എസ്റ്റാബ്ലിഷ് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഏതെങ്കിലും, അതായത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, റെറയോ അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയോ പാസ് ചെയ്ത ഏതെങ്കിലും ഓർഡറിന്റെ മേലെ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എവിടെ അപ്പീലിന് പോവാം? എവിടെ അപ്പീലിന് പോവര്? അപ്പലേറ്റ് ട്രിബ്യൂണലിലേക്ക് അപ്പീൽ പോവാം. ഓക്കെ, അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിന്റെയോ റെറേന്റെയോ ഓർഡറിന്ന് ആർക്ക് അപ്പീൽ പോവാം? ആർക്ക് അപ്പീൽ പോവാം? അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്പലേറ്റ് ട്രിബ്യൂണലിലേക്ക് അപ്പീൽ പോവാം. ക്ലിയർ ആയോ? ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ഇൻ അപ്പീൽസ്. ഓക്കെ, അപ്പൊ അപ്പീൽസ് എന്ത് ചെയ്യാം? മേ ബി ഫൈൽഡ് ബൈ ദി അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ഓർ ദി കോമ്പറ്റന്റ് അതോറിറ്റി ഓർ എനി പേഴ്സൺ അഗ്രീവ്ഡ്. ആർക്കൊക്കെ അപ്പീലിന് പോവാം? അഗ്രീവ്ഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമാണ് അപ്പീലിന് പോകാൻ പറ്റുക. ഇപ്പൊ ഗവൺമെന്റിന്റെ ഫേവറിലല്ല, ഈ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുടെ ഫേവറിലാണ് ഓർഡർ വന്നതെന്നുണ്ടെങ്കിൽ ആർക്ക് അപ്പീലിന് പോവാം? ഗവൺമെന്റിന് അപ്പീൽ പോവാം അല്ലെ? അപ്പൊ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റന്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഈ അഗ്രീവ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിയൽ എസ്റ്റേറ്റ് അപ്പീലേറ്റ് ട്രിബ്യൂണലിലേക്ക് അപ്പീൽ പോവാം. ഓക്കെ, അപ്പൊ എത്ര ദിവസത്തിനുള്ള അപ്പീൽ ഫയൽ ചെയ്യണ്ടേ?
60 days അതോറിറ്റി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി റെയർ ഓർഡർ പാസ് ചെയ്ത് 60 ഡേയ്സിനുള്ളിൽ വേണം റിയൽ എസ്റ്റേറ്റ് അപ്പീലേറ്റ് ട്രിബ്യൂണലിലേക്ക് എന്ത് പോകാനായിട്ട്, അപ്പീല് പോകാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഈ 60 ഡേയ്സ് കഴിഞ്ഞിട്ട് ട്രിബ്യൂണൽ അപ്പീൽ എന്റർടൈൻ ചെയ്യോ? സഫീഷ്യന്റ് കോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ 60 ഡേയ്സ് പീരീഡ് കഴിഞ്ഞിട്ട് ട്രിബ്യൂണലിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പീൽസ് എന്റർടൈൻ ചെയ്യാം. അതായത് ഡിലേക്ക് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള റീസൺ ഉണ്ട് എന്ന് ട്രിബ്യൂണൽ സാറ്റിസ്ഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ 60 ഡേ പീരീഡ് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ അപ്പീൽ എന്റർടൈൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഈ അപ്പീൽ ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ട്രിബ്യൂണൽ എന്താ ചെയ്യാ, രണ്ടു പാർട്ടീസിനും ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്, രണ്ട് പാർട്ടീസിന്റെ ഭാഗം കേട്ട് കഴിഞ്ഞിട്ട് ട്രിബ്യൂണൽ എന്ത് ചെയ്യും, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് പാസ് ചെയ്യും. ക്ലിയർ ആയോ? ഓൺ റെസിപ്റ്റ് ഓഫ് അപ്പീൽ ബൈ ദി അപ്പീലേറ്റ് ട്രിബ്യൂണൽ മേ ആഫ്റ്റർ ഗിവിംഗ് parties an opportunity of being heard pass appropriate orders. ഒന്നെങ്കിൽ ഓർഡർ സെറ്റ് അസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ഓർഡർ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രിബ്യൂണലിന് പാസ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഡിസ്പോസൽ ഓഫ് ദി അപ്പീൽ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. പീരീഡ് ഒക്കെ 60 ഡേ. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ റൊട്ടേഷൻ നോട്ട് മോർ ദാൻ 5 റെപ്രസെന്റേറ്റീവ്സ് ഇല്ലേ, അങ്ങനെ ത്രെഷോൾഡ് വരുന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പോ എത്ര ടൈമിനുള്ളിലാ ഇത് അപ്പീൽ ഡിസ്പോസ് ചെയ്യേണ്ടത്? ഷാൽ 60 ഡേയ്സ്, അതായത് ഷാൽ ഡിസ്പോസ് ഇറ്റ് ആസ് എക്സ്പീഡിഷ്യസ്ലി ആസ് പോസിബിൾ, അതായത് പറ്റാവുന്നത്ര വേഗത്തിൽ എന്ത് ചെയ്യണം, അപ്പീല് ഡിസ്പോസ് ചെയ്യണം. ഓർഡിനറിലി ഒരു അപ്പീല് അഡ്മിറ്റ് ചെയ്തതിന് 60 ഡേയ്സിനുള്ളിലാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. അതായത് അപ്പീല് റിസീവ് ചെയ്ത് അപ്പീൽ അഡ്മിറ്റ് ചെയ്ത അപ്പീലിന്റെ റെസിപ്റ്റ് ഡേറ്റ് 60 ഡേയ്സിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, അപ്പീല് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി 60 ഡേയ്സിനുള്ളിൽ അവർക്ക് അപ്പീൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, റീസൺസ് ഇൻ റൈറ്റിംഗ് റെക്കോർഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് 60 ഡേയ്സിനുള്ളിൽ ആ അപ്പീൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള റീസൺസ് ഇൻ റൈറ്റിംഗ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇനി കോമ്പോസിഷൻ ആൻഡ് ടേം ഓഫ് REAT കോമ്പോസിഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടാവും, ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, മിനിമം 2 ഹോൾ ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. ഇറ്റ് ഷാൽ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് എ മിനിമം ഓഫ് 2 ഹോൾ ടൈം മെമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇവരുടെ ടെന്യൂർ എങ്ങനെയാ, ഒന്നെങ്കിൽ 65 അല്ലെങ്കിൽ 5 ഇയേഴ്സ്, വിച്ച് എവർ ഇസ് ഏർലിയർ. ഓക്കെ, ഒന്നെങ്കിൽ 5 വർഷ പീരീഡിലേക്ക് അവർ എന്ത് ചെയ്യും, ഓഫീസ് ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് 65 വയസ്സാവുന്നത് വരെ ഹോൾഡ് ചെയ്യും. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് ആ സമയത്ത് അവർ എന്ത് ചെയ്യണം, അത് റിട്ടയർ ആവണം. ഓക്കെ, പിന്നെ അടുത്തത് പവേഴ്സ് ഓഫ് ദി ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന് എന്തൊക്കെ പവേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ട്രിബ്യൂണൽ എന്താണ്, ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അപ്പൊ ട്രിബ്യൂണലിന് എന്ത് ചെയ്യാം, ട്രിബ്യൂണലിന്റെ പ്രൊസീജിയർ ട്രിബ്യൂണലിന് തന്നെ റെഗുലേറ്റ് ചെയ്യാം. ആരുടെയും ഡയറക്ഷന്റെ അടിയിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ പ്രൊസീജിയർ റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രിബ്യൂണലിന്റെ പ്രൊസീജിയർ സ്വന്തമായിട്ട് റെഗുലേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ പവേഴ്സ്, സിവിൽ കോർട്ടിന്റെ സെയിം പവേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ സിവിൽ കോർട്ടിന്റെ പവേഴ്സ്? സമ്മണിങ്, ഡിസ്കവറി ഓഫ് പ്രൊഡക്ഷൻ ഡോക്യുമെന്റ്സ്, ഇഷ്യൂയിങ് കമ്മീഷൻസ്, പിന്നെ എക്സാമിനിങ് ഓൺ ഓത്ത്, അതൊക്കെയാണ് എന്ത്, സിവിൽ കോർട്ടിന്റെ പവേഴ്സ്. ആ പവേഴ്സ് ഒക്കെ ആർക്കും ഉണ്ടാവും, ട്രിബ്യൂണലിലും ഉണ്ടാവും. ഓക്കെ, പിന്നെ ട്രിബ്യൂണൽ CPC വഴിയോ അല്ലെങ്കിൽ റൂൾസ് ഓഫ് എവിഡൻസ് വഴിയോ ഒന്നും ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇറ്റ് ഷൽ ബി ഗൈഡഡ് ബൈ ദി പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അതായത് ട്രിബ്യൂണൽ ഷൽ നോട്ട് ബി ബൗണ്ട് ബൈ CPC. സാധാരണ കോർട്സ്, അതായത് നമ്മുടെ നോർമൽ കോർട്സിനെ ഗവൺ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPC, റൂൾസ് ഓഫ് എവിഡൻസ്, ഇന്ത്യൻ എവിഡൻസ് ഒക്കെ ആക്ട് ഒക്കെയാണ്. പക്ഷെ ട്രിബ്യൂണൽ എന്തല്ല, CPC അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഒന്നും വഴി ബൗണ്ട് അല്ല. അവരെ ഗവൺ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താ, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. എന്തൊക്കെയാ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്? ഫ്രീ ആൻഡ് ഫെയർ ഹിയറിംഗ്, ബോത്ത് സൈഡ്സ് മസ്റ്റ് ബി ഹേർഡ്, അതൊക്കെ ഇല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന മറന്നുപോയോ. 2 പാർട്ടീസിനെയും എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് കേൾക്കണം. 2 പാർട്ടീസിന് കേൾക്കാനായിട്ട് ഒരു അവസരം കൊടുക്കണം. ഫ്രീ ആയിട്ടുള്ള ഹിയറിംഗ് ആയിരിക്കണം, ഫെയർ ആയിട്ടുള്ള ഹിയറിംഗ് ആയിരിക്കണം. ഇതൊക്കെയാണ് എന്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഓക്കെ, ഇനി ലീഗൽ റെപ്രസെന്റേഷൻ. അപ്പൊ ലീഗൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പലന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പലന്റ് വഴി തന്നെ ഇൻ പേഴ്സൺ ട്രിബ്യൂണലിന് മുന്നിൽ അപ്പിയർ ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ടൻസ് വഴിയോ, കമ്പനി സെക്രട്ടറീസ് വഴിയോ, കോസ്റ്റ് അക്കൗണ്ടൻസ് വഴിയോ, അഡ്വക്കേറ്റ്സ് വഴിയോ ഒക്കെ എന്ത് ചെയ്യാം, അവരെ വെച്ചും റെപ്രസെന്റ് ചെയ്യിക്കാം. ഇൻ പേഴ്സൺ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസ്, കമ്പനി അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറീസ്, ഇവരൊക്കെ വഴിയും എന്ത് ചെയ്യാം, ഇതിനു മുന്നിൽ റെപ്രസെന്റേഷൻ വരുത്താം. ഓക്കെ, ഇനി ഓർഡേഴ്സ് പാസ് ബൈ ദി ട്രിബ്യൂണൽ ടു ബി എക്സിക്യൂട്ടഡ് ആസ് എ ഡിക്രി. ഓക്കെ, അപ്പോ ഈ ട്രിബ്യൂണൽ പാസ് ചെയ്യുന്ന എല്ലാ ഓർഡേഴ്സും ഒരു സിവിൽ കോർട്ട് പാസ് ചെയ്ത ഒരു ഡിക്രി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നോ
അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. ഒരു സിവിൽ കോർട്ട് പാസ് ചെയ്യുന്ന ഒരു ഡിക്രീന്റെ സെയിം എഫക്റ്റ് ആയിരിക്കും ഒരു ട്രിബ്യൂണൽ പാസ് ചെയ്യുന്ന ഒരു ഓർഡറിനും. ഡിക്രി എന്താ? കോർട്ട് ഓർഡർ അല്ലെ? ഒരു സിവിൽ കോർട്ട് പാസ് ചെയ്യുന്ന ഒരു ഓർഡറിനാണ് നമ്മൾ എന്ത് പറയാ? ഡിക്രി എന്ന് പറയാ. ഓക്കെ, അപ്പോ ഒരു സിവിൽ കോർട്ട്, അപ്പൊ ഈ ട്രിബ്യൂണൽ പാസ് ചെയ്യുന്ന ഒരു ഓർഡർ ഒരു സിവിൽ കോർട്ട് ത്രൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ആ ട്രിബ്യൂണലിന്റെ ആ ട്രിബ്യൂണലിന്റെ ജുറിസ്ഡിക്ഷനിലുള്ള ഏത് സിവിൽ കോർട്ടാണോ ഉള്ളത്, അപ്പൊ ആ സിവിൽ കോർട്ട് ത്രൂ ആണ് എന്ത് ചെയ്യുക, ഈ ട്രിബ്യൂണൽ പാസ് ചെയ്ത ഡിഗ്രി ട്രിബ്യൂണൽ പാസ് ചെയ്ത ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ട്രിബ്യൂണലിന് അങ്ങോട്ട് അപ്പീൽ പോവാ, ഹൈക്കോർട്ടിലേക്ക് അപ്പീൽ പോവാം. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്നുള്ള ഓർഡറിന് അഗ്രീഡ് ആയിട്ടുള്ള ഏതൊരു പാർട്ടിക്കും വിത്തിൻ 60 days ഓഫ് ദി ഓർഡർ എങ്ങോട്ട് അപ്പീൽ പോവാം? ഹൈക്കോർട്ടിലേക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത പോർഷൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. റോൾ ഓഫ് കമ്പനി സെക്രട്ടറീസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് റോൾ ഓഫ് കമ്പനി സെക്രട്ടറീസ്? റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി റെറ ആക്ടിന്റെ അടിയിൽ കമ്പനി സെക്രട്ടറിക്കുള്ള റോൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ അഡ്വൈസറി റോൾ. എന്താ അഡ്വൈസറി റോൾ? പ്രോപ്പർ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഒക്കെ കമ്പനീസിന് കൊടുക്കുക അല്ലെ? റിയൽ എസ്റ്റേറ്റ് കമ്പനീസിനും അവരുടെ ഏജൻസിനും ഒക്കെ കൊടുക്കുക. പിന്നെ ഡ്രാഫ്റ്റിംഗ് ഓഫ് വേരിയസ് ഡോക്യുമെന്റ്സ്, റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട MOUസും അല്ലെങ്കിൽ കോൺട്രാക്ട്സും അതേപോലത്തെ ഡോക്യുമെന്റ്സും ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആരാണ് വിളിക്കുക? കമ്പനി സെക്രട്ടറിനെയാണ് വിളിക്കുക. രജിസ്ട്രേഷൻ അണ്ടർ റെറേന്റെ അടിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്? കമ്പനി സെക്രട്ടറീസിനുണ്ട്. പിന്നെ ലീഗൽ റെപ്രസെന്റേഷൻ നമ്മളിപ്പോ പഠിച്ചല്ലേ, ട്രിബ്യൂണലിലും അതായത് ഈ ആളുകളുടെ ബിഹാഫിൽ ആർക്ക് റെപ്രസെന്റ് ചെയ്യാം? കമ്പനി സെക്രട്ടറീസിന് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ്. എന്താ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ്? ഒത്തുതീർപ്പാക്കുക അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ പെനാലിറ്റി ചെറിയ ചെറിയ ഒഫൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ആ ഒഫൻസ് കോമ്പൗണ്ട് ചെയ്യാനായിട്ടുള്ള പവർ ആർക്ക് കൊടുത്തിട്ടുണ്ട്? കമ്പനി സെക്രട്ടറീസിന് കൊടുത്തിട്ടുണ്ട് റെറേന്റെ അടിയിൽ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി കമ്പനി സെക്രട്ടറീസ് വൺ സ്റ്റോപ്പ് പ്രൊഫഷണൽ അഡ്വൈസറി സർവീസസ് ഫോർ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ്. റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും, റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ള ഒരു വൺ സ്റ്റോപ്പ് പ്രൊഫഷണൽ അഡ്വൈസറി സർവീസ് ആണ് ആര്? കമ്പനി സെക്രട്ടറി. എന്താ ഈ വൺ സ്റ്റോപ്പ് പ്രൊഫഷണൽ അഡ്വൈസറി സർവീസ് എന്ന് പറയുന്നത്? റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സിൽ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർവീസുകൾ ആവശ്യമുണ്ടാവും അല്ലെ? ഇപ്പൊ ഈ ലീഗൽ റെപ്രസെന്റേഷൻ, ഡ്രാഫ്റ്റിംഗ്, പിന്നെ സൈനിങ്, വെരിഫിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ കൂടെ പല സ്ഥലത്ത് പോകുന്നതിന് മുന്നേ ഒരു കമ്പനി സെക്രട്ടറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പനി സെക്രട്ടറിക്ക് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് മൾട്ടിപ്പിൾ സർവീസസിന് ഒരു വൺ സ്റ്റോപ്പ് പ്രൊഫഷൻ ആണ് എന്ത്? കമ്പനി സെക്രട്ടറി റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷൻ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സർവീസിൽ. ഓക്കെ, അപ്പോ ഇനി കമ്പനി സെക്രട്ടറീസ്, അതായത് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി സെക്രട്ടറിക്ക് ഈ താഴെ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്താവാൻ പറ്റും? ഒരു എക്സ്പേർട്ട് ആവാൻ പറ്റും. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറി സർവീസസ് കൊടുക്കാം. വേരിയസ് ആപ്ലിക്കബിൾ പ്രൊവിഷൻ പെർട്ടിക്കുലർ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്, അതായത് റിയൽ എസ്റ്റേറ്റ് പ്രൊവിഷന്റെ അടിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനി സെക്രട്ടറീസിന് സ്പെസിഫിക് ആയിട്ട് കമ്പനി സെക്രട്ടറീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസിൽ എന്ത് ചെയ്യാം? അതിനെ പറ്റിയിട്ട് അഡ്വൈസ് കൊടുക്കാം. ഓക്കെ, രജിസ്ട്രേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ പ്രൊസീജിയർ ഓഫ് റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട് വിത്ത് കോമ്പീറ്റന്റ് അതോറിറ്റി. അതായത് ഈ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും അതേപോലെ പുതിയ റിന്യൂ ചെയ്യാനും ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കണ്ടേ? ഇതൊക്കെ ആർക്ക് കൊടുക്കാം? ഈ സർവീസൊക്കെ ആർക്ക് പ്രൊവൈഡ് ചെയ്യാം? കമ്പനി സെക്രട്ടറിക്ക് പ്രൊവൈഡ് ചെയ്യാം. വേരിയസ് ഒബ്ലിഗേഷൻ, ഫംഗ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടർ ഇൻ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൽ ഒരു പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻസ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, ഒബ്ലിഗേഷൻസ് എന്താണ്, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള അഡ്വൈസ് ഒരു പ്രൊമോട്ടർക്ക് ആർക്ക് കൊടുക്കാം? ഒരു കമ്പനി സെക്രട്ടറിക്ക് കൊടുക്കാം. പീനൽ പ്രൊവിഷൻസ് അണ്ടർ ദി ആക്ട്, അത് കോമ്പൗണ്ട് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. പിന്നെ ഫണ്ടിങ് ഓപ്ഷൻസ് ഫോർ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സിന് ഏതൊക്കെ സോഴ്സ് നിന്ന് ഫണ്ട് വരാം, എന്തൊക്കെയാണ് ഏറ്റവും വയബിൾ ആയിട്ടുള്ള ഫണ്ടിങ് ഓപ്ഷൻസ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആർക്ക് അഡ്വൈസ് കൊടുക്കാം? കമ്പനി സെക്രട്ടറിക്ക് അഡ്വൈസ് കൊടുക്കാം. ടാക്സേഷൻ ആസ്പെക്ട്സ്, ടാക്സേഷൻ അതിന്റെ ടാക്സ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അഡ്വൈസ് കൊടുക്കാം. ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസസിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം?
കമ്പനി സെക്രട്ടറിക്ക് അഡ്വൈസ് കൊടുക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ ആരുടെ അടുത്ത് പോവാം? ഒരു കമ്പനി സെക്രട്ടറിന്റെ അടുത്ത് പോവാം. ഇനി ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ റെറ ആക്ടിന്റെ അടിയിൽ ഒരു കമ്പനി സെക്രട്ടറിന്റെ റോൾ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആസ് പെർ സെക്ഷൻ 56 ഓഫ് ദി ആക്ട് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി സെക്രട്ടറിക്ക് എന്ത് ചെയ്യാം? ഒരു അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ അടുത്തോ അല്ലെങ്കിൽ റെറേന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിന്റെ അടുത്തോ ഒക്കെ ഒരു പ്രൊമോട്ടറിന്റെ അലോട്ടിന്റെയോ ഏജന്റിലോ ബിഹാഫിൽ എന്ത് ചെയ്യാം? അപ്പിയർ ചെയ്യാം. ഓക്കെ, അതായത് വേറൊരാളുടെ സാധാരണഗതിയിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നത് ആരാ? അഡ്വക്കേറ്റ്സ് അല്ലെ? അഡ്വക്കേറ്റ്സ് ആണ് കോർട്ടിൽ അപ്പിയർ ചെയ്യുക. പക്ഷെ ഈ റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണലിലും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലും അതേപോലെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിന്റെ ഒക്കെ മുന്നിൽ വേറൊരു ആപ്ലിക്കന്റെ ബിഹാഫിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി സെക്രട്ടറിക്ക് എന്ത് ചെയ്യാം? അപ്പിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു കമ്പനി സെക്രട്ടറി ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ക്യാൻ റെപ്രസെന്റ് എ പേഴ്സൺ പ്രൊമോട്ടർ ബിഫോർ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിന്റെ മുന്നിൽ എന്ത് ചെയ്യാം? അപ്പിയർ ചെയ്യാം. ഓക്കെ, ഒരു റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ മുന്നിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും കോമ്പിറ്റന്റ് അതോറിറ്റി, എന്ത് വേറെ ഏതെങ്കിലും കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി ആയിരിക്കും, ചിലപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പിറ്റന്റ് അതോറിറ്റിന് മുന്നിൽ എന്തെങ്കിലും ഒരു ടൈപ്പിലൊരു കേസ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഇയാൾക്ക് വേണ്ടിയിട്ട് ആർക്ക് റെപ്രസെന്റ് ചെയ്യാം? കമ്പനി സെക്രട്ടറിക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഫോർ രജിസ്ട്രേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട് നമ്മൾ എന്താ സെക്ഷൻ 3 പഠിച്ചേ? ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത് അഡ്വർടൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോജക്റ്റ് രജിസ്റ്റർ ചെയ്യണം അല്ലെ? ആ പ്രോജക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് അതിന് രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പ്രോജക്റ്റ് അഡ്വർടൈസ് ചെയ്യാനോ മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഫർ സെയിലിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ആ രജിസ്ട്രേഷൻ എന്നുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിന്റെ മുന്നിൽ ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരു ആപ്ലിക്കന്റിന് വേണ്ടിയിട്ട് ആർക്ക് അപ്പിയർ ചെയ്യാം? ഒരു കമ്പനി സെക്രട്ടറിക്ക് അപ്പിയർ ചെയ്യാം. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് പോർഷൻ, ഒഫൻസസ് പെനാൽറ്റീസ് ആൻഡ് അഡ്ജുഡിക്കേഷൻ. ഓക്കെ, അതായത് ഒരു എല്ലാ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സും കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. എക്സംഷൻ ഉള്ള പ്രോജക്ട്സ് ഏതൊക്കെയാ? എന്തൊക്കെയാ രജിസ്റ്റർ ചെയ്യേണ്ടാത്ത പ്രോജക്ട്സ്? 500 സ്ക്വയർ മീറ്ററിന് താഴെയുള്ള പ്രോജക്ട്സ്, പിന്നെ 8 അപ്പാർട്ട്മെന്റിൽ താഴെയുള്ള പ്രോജക്ട്സ്, പിന്നെ ഈ ആക്ടിന്റെ കമൻസ്മെന്റിന് മുന്നേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള പ്രോജക്ട്സ്. ഇങ്ങനത്തെ പ്രോജക്ട്സ് ഒന്നും എന്ത് ചെയ്യണ്ട? രജിസ്റ്റർ ചെയ്യണ്ട. ബാക്കി പ്രോജക്ട്സ് ഒക്കെ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട പ്രോജക്ട്സ് രജിസ്റ്റർ ചെയ്യാതിരുന്നു കഴിഞ്ഞാലുള്ള പെനാൽറ്റി എന്താ? പെനാൽറ്റി അപ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് 10% ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദി പ്രോജക്ട്. ആ ഒരു ഫുൾ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണോ അതിന്റെ 10% വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാവുന്ന പെനാൽറ്റി ലഭിക്കാം. ഇനി അത് ഫസ്റ്റ് ടൈം ഒഫൻസിന്. ഇനി ആ ഒഫൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഒരു പ്രോജക്റ്റ് രജിസ്റ്റർ ചെയ്തില്ല, പിന്നെ രണ്ടാമത്തെ പ്രോജക്റ്റും രജിസ്റ്റർ ചെയ്തില്ല, അങ്ങനെ ഓരോ പ്രോജക്റ്റും രജിസ്റ്റർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്പീറ്റ് വയലേഷൻ അല്ലെങ്കിൽ നോൺ കംപ്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാവുന്ന ഇംപ്രിസൺമെന്റ്. അതിന്റെ കൂട്ടത്തിൽ ഈ ടോട്ടൽ എസ്റ്റിമേറ്റഡ് പ്രോജക്റ്റിന്റെ കോസ്റ്റിന്റെ 10% വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാവുന്ന ഫൈനും. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അതായത് നമ്മൾ രജിസ്ട്രേഷന് കൊടുക്കുമ്പോൾ നമ്മൾ ചില രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയായിരുന്നു ഡോക്യുമെന്റ്സിൽ കൊടുക്കുക? കറന്റ് പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ്, മുന്നത്തെ 5 വർഷത്തിൽ അയാൾ കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ കാർപ്പറ്റ് ഏരിയ, നെറ്റ് ഏരിയ, കോമൺ ഏരിയ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണ്ടേ? അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ആരൊക്കെയാ, അങ്ങനത്തെ സ്പോൺസർ ആരൊക്കെയാ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം അല്ലെ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റിന്റെ അപ് ടു 5% എന്ത് ചെയ്യാം? പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. ഓക്കെ, ഇനി പെനാൽറ്റി ഫോർ നോൺ പെർഫോമൻസ് ഓഫ് ഫങ്ഷൻസ്. അതായത് പ്രൊമോട്ടറുടെയും അതേപോലെ അലോട്ടിന്റെയും അതേപോലെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിന്റെ ഒക്കെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഈ ഫങ്ഷൻസിനോടൊക്കെ ഇവർ അഡ്യർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെനാൽറ്റി ഓഫ് ₹10,000. അതായത് ഓരോ ദിവസം എത്ര ദിവസമാണ് ഇവർ ഈ ഫങ്ഷൻ ചെയ്യാതെ ഡിഫോൾട്ട് ചെയ്യുന്ന ആ ഓരോ ദിവസത്തിനും 10,000 for each day of the
ഡീഫോൾട്ട്. പിന്നെ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു, അങ്ങനെ ഓരോ ദിവസം 10,000 വെച്ച് ഈ അപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റിന്റെ 5% വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാവുന്ന മാക്സിമം പെനാൽറ്റി. ഓക്കെ, ഇനി പെനാൽറ്റി ഫോർ അതർ കോൺട്രവെൻഷൻ, അതല്ലാതെ ഈ ആക്ടിന്റെ അടിയിൽ ഈ പറഞ്ഞൊന്നല്ലാതെ വേറെ ഏതെങ്കിലും പ്രൊവിഷൻസ് ആരെങ്കിലും കോൺട്രവെൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോജക്ട് കോസ്റ്റിന്റെ 5% വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാവുന്ന പെനാൽറ്റി. ഓക്കെ, ഇനി ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ദി ഓർഡേഴ്സ് ഓഫ് ദി അതോറിറ്റി. അതോറിറ്റിന്റെ ഓർഡേഴ്സ്, അതോറിറ്റി ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്തെങ്കിലും ഓർഡർ പാസ് ചെയ്തിട്ട് ആ ഓർഡർ കംപ്ലൈ ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്ട് കോസ്റ്റിന്റെ 5% വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാവുന്ന പെനാൽറ്റി. ഓക്കെ, പിന്നെ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ഏതെങ്കിലും ഒരു ഓർഡർ കംപ്ലൈ ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാവുന്ന ഇംപ്രിസൺമെന്റും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഡീഫോൾട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിന്റെ 10% വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാവുന്ന അഡീഷണൽ ഫൈനും എന്ത് ചെയ്യാം, ലെവി ചെയ്യാം അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചാപ്റ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തൊക്കെയാ പഠിച്ചതിൻ്റെ അകത്ത്? രജിസ്ട്രേഷൻ ആദ്യം തൊട്ടോ, ആദ്യം എന്താ പഠിച്ചേ? രജിസ്ട്രേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ്. അതിന് എന്ത് കൊടുക്കണം? ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ടോ എന്താ പഠിച്ചേ? ഗ്രാൻഡിങ് ഓഫ് രജിസ്ട്രേഷൻ അല്ലേ? പ്രോപ്പർ ആയിട്ട് വെരിഫൈ ചെയ്തിട്ട് എത്ര ദിവസത്തിനുള്ള രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യണം? 30 daysനുള്ളിൽ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ ആക്ട് വന്ന സമയത്ത് ഓൺഗോയിങ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ് എത്ര സമയത്തിനുള്ളിൽ ഇത് വാങ്ങേണ്ട, രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്? 3 monthsനുള്ളിൽ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചേ? എക്സ്റ്റൻഷൻ ഓഫ് രജിസ്ട്രേഷൻ. ഓക്കെ, എക്സ്റ്റൻഷൻ ഓഫ് രജിസ്ട്രേഷൻ എപ്പോഴാണ് കൊടുക്കുക? ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്റ്റൻഷൻ ഓഫ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. മാക്സിമം എക്സ്റ്റൻഷൻ എത്ര ടൈം വരെ കൊടുക്കാം? 1 year വരെ കൊടുക്കാം. ഇനി റിവോക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ, എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടിയാലോ അല്ലെങ്കിൽ കോമ്പറ്റന്റ് അതോറിറ്റിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും റെക്കമെൻഡേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ പ്രൊമോട്ടർ എന്തെങ്കിലും അൺഫെയർ പ്രാക്ടീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കോൺട്രവെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് അതോറിറ്റിക്ക് ബോധ്യമാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ കൊടുത്ത രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെ റിവോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വെബ്സൈറ്റിൽ ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ടേഴ്സിന്റെ പേരിൽ ഈ ആരുടെ രജിസ്ട്രേഷൻ ആണ് റിവോക്ക് ചെയ്തത് ആ പ്രൊമോട്ടറിന്റെ പേര് എന്ത് ചെയ്യും? ആ ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ടേഴ്സിൽ എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് എന്താ പഠിച്ചേ? രജിസ്ട്രേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഏജൻസ്. റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യണ്ടേ? ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോ ആപ്ലിക്കേഷൻ ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? അവരെന്തെങ്കിലും അൺഫെയർ പ്രാക്ടീസിൽ ഇൻവോൾവ് ആവുക അല്ലെങ്കിൽ ഈ ആക്ടിന്റെ അടിയിലെ പ്രൊവിഷൻസ് കോൺട്രവെൻ ചെയ്യാന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ ഒന്നെങ്കിൽ സസ്പെൻഡ് ചെയ്യേ അല്ലെങ്കിൽ റിവോക്ക് ചെയ്യേ ചെയ്യാം അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചേ? ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ പഠിച്ചു, ഫങ്ഷൻസ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഏജൻസ് പഠിച്ചു, ഫങ്ഷൻസ് ഓഫ് അലോട്ടീസും പഠിച്ചു, ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് അലോട്ടീസും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി റെറേനെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റിനെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ അഡ്വൈസറി കൗൺസിലിനെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റിനെ പറ്റി പഠിച്ചു. പിന്നെ റൂൾ ഓഫ് കമ്പനി സെക്രട്ടറീസും പഠിച്ചു. അത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ബ്രേക്ക് വേണോ അതോ ഇപ്പൊ പുതിയ ചാപ്റ്റർ എടുത്തിട്ട് 11 മണിക്ക് ബ്രേക്ക് മതിയോ? SEZ സ്പെഷ്യൽ എക്കണോമിക്സ് 1 അതും പിന്നെ ആ 5th ചാപ്റ്ററും കൂടെ ഉള്ളു ഫസ്റ്റ് പാർട്ടിൽ. SEZ എടുത്തിട്ട് ആ 5th ചാപ്റ്ററും കൂടെ എടുത്തിട്ട് പിന്നെ നമുക്ക് IPR എടുക്കാം. SEZ കഴിഞ്ഞിട്ട് 5th ചാപ്റ്റർ ഉണ്ട്, ഫോറിൻ ട്രേഡ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒരു വലിയ ചാപ്റ്റർ ഉണ്ട്. റെറയോ? റെറ കഴിഞ്ഞില്ലേ? അതൊക്കെ എവിടെ? അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ടോ? എനിക്ക് ആ ബുക്ക് എന്റെ ഇതിൻ്റെ അകത്തില്ല. ആണോ? അതൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ, ഇത് കഴിഞ്ഞല്ലോ.
എനിക്ക് ഉള്ള ബുക്ക് താ, ഞാൻ പറഞ്ഞുതരാം. പോടാ, ഇതില്ല, ഇതുണ്ട്, എത്ര ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്ത് നോക്കി എടുക്കാം, ടെൻഷൻ ആവല്ലേ. അങ്ങനെ ചാൻസ് ഇല്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഒഫൻസീവ് കമ്പനീസിൽ ആരായിരിക്കും റെസ്പോൺസിബിൾ ആവുക? മാനേജറോ? സാധാരണ ഗതിയിൽ നമ്മൾ എങ്ങനെ അതിന്റെ ആൻസർ എഴുതുക? ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത സമയത്ത് ആ കമ്പനീന്റെ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ ആരായിരിക്കോ അയാളായിരിക്കും എന്താവുക? റെസ്പോൺസിബിൾ ആവുക. ഏത് കേസിൽ ഒഫൻസീവ് കമ്പനീസിൽ എങ്ങനെ എഴുതാം? അങ്ങനെ എഴുതാം. ഇനി ഏതെങ്കിലും മാനേജറോ ഡയറക്ടറോ ഒക്കെ അവരുടെ അറിവോടും കൺസെന്റോടും കൂടിയാണ് നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ മാനേജറെയും ഡയറക്ടറെയും സച്ച് പേഴ്സണെ എന്ത് ചെയ്യാം? ലയബിൾ ആക്കാം. ഇനി ഇവർക്കൊക്കെ എങ്ങനെയാ ലയബിലിറ്റിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുക? അവര് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൺസെന്റോടും നോളജോടും കൂടി അല്ലാതെയാണ് ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തേ എന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തുണ്ടാവില്ല? അവർക്ക് ലയബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, all persons in charge of the conduct of the business of company at the time of offense was committed as well as the company shall be deemed guilty of the offense and shall be proceeded against. ഇത് തന്നെയാണ് എല്ലാ ഒഫൻസീവ് കമ്പനീസിലും. അത് തന്നെയാണ്. ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത സമയത്ത് ആ കമ്പനീന്റെ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുണ്ടായിരുന്ന എല്ലാ ഓഫീസേഴ്സും കമ്പനിയും എന്തായിരിക്കും? ലയബിൾ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോ ഇനി ഏതെങ്കിലും സെക്രട്ടറിന്റെയോ ഓഫീസറിന്റെയോ ഡയറക്ടറിന്റെയോ മാനേജറിന്റെയോ ഒക്കെ കൺസെന്റോട് കൂടിയോ അല്ലെങ്കിൽ കൺവീനിയൻസോട് കൂടിയോ, എന്താ കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതത്തോടു കൂടിയോ അല്ലെങ്കിൽ അവരുടെ അറിവോടൊക്കെ കൂടിയാണ് ഈ നെഗ്ലിജൻസ് അല്ലെങ്കിൽ മിസ്കണ്ടക്ടോ നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരും എന്താവും? അവരും ലയബിൾ ആവും. ഓക്കെ, ഡിഫൻസ് മേ ലൈ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദി ഫാക്ട് ദാറ്റ് ദി ഒഫൻസ് വാസ് കമ്മിറ്റഡ് വിത്തൗട്ട് വൺസ് നോളജ്. ഇപ്പൊ ഞാൻ പറഞ്ഞ 3 പോയിന്റ് തന്നെയല്ലേ അവിടെ? അതായത് ഒരാളുടെ നോളജോട് കൺസെന്റോട് കൂടെ അല്ല, ഞാൻ അറിയാതെയാണ് ആ സംഭവം നടന്നതെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? അവർക്ക് ലയബിലിറ്റി ഉണ്ടാവില്ല. എന്താ ഈ ഡിഫൻസ് മേലായിന്ന് ഉദ്ദേശിക്കുന്നത്? ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രതിരോധം അല്ലെ? ഇപ്പൊ എനിക്ക് അഗേൻസ്റ്റ് ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യം പറഞ്ഞ് ഊരാവോ അതൊക്കെയാണ് എന്ത്? എന്റെ ഡിഫൻസസ്. മനസ്സിലായോ? അതാണ് ഈ ഡിഫൻസ് മേലായിന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ്. ഓക്കെ, അപ്പോ in writing no court shall take cognizance of any offense punishable under this act or rules or regulations made thereunder save on a complaint in writing made by the authority or by any other officer or authority duly authorized for its purpose. Okay, അതായത് ഈ റെറേന്റെ അടിയിലുള്ള മാറ്റേഴ്സിന് കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സുവോ മോട്ടോ കേസ് എടുക്കാൻ പറ്റില്ല, സ്വമേധയാ കേസ് എടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഏതെങ്കിലും അതോറിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസറോ അല്ലെങ്കിൽ ഓഫീസർ ഡ്യൂലി ഓതറൈസ് ചെയ്ത ഏതെങ്കിലും ഒരു അതോറിറ്റിയോ ഇൻ റൈറ്റിംഗ് ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിന്റെ പേരിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോർട്ടിന് കേസ് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ റെറേന്റെ അടിയിൽ സുവോമോട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല? കോർട്ടിന് ഒരു കോടതിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കേസിന്റെയും കോഗ്നിസൻസ് അല്ലെങ്കിൽ കേസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു കോർട്ടും എന്ത് ചെയ്യാൻ പാടില്ല? കേസ് ട്രൈ ചെയ്യാൻ പാടില്ല. അതായത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളും സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളും ഒക്കെ ഉണ്ടാവും. അവരൊന്നും എന്ത് ചെയ്യരുത്? കേസ് ട്രൈ ചെയ്യരുത്. അതായത് നോ കോർട്ട് ഇൻഫീരിയർ ടു ദാറ്റ് ഓഫ് എ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസിനെ ട്രൈ ചെയ്യാട്ടോ. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് ഷിൽ ട്രൈ ദിസ് ഒഫൻസ്. സെക്കൻഡ് ക്ലാസ്സിന് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിന് ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു കോർട്ടും എന്ത് ചെയ്യാൻ പാടില്ല? ഈ കോർട്ട് ഈ റെറേന്റെ അടിയിലുള്ള കേസസ് ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ കോഗ്നിസൻസ് എടുക്കാനോ പറ്റില്ല. ഓക്കെ, ഈ ആക്ടിന് എന്തുണ്ടാവും? ഇറ്റ് ഷുഡ് ഹാവ് ഓവർ റൈഡിങ് എഫക്ട് ഓവർ എനി അതർ ലോ ഫോർ ദി ടൈം ബീങ് ഇൻ ഫോഴ്സ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? ഈ ആക്ട് എന്താ? റെറ. ഇതൊരു സ്പെസിഫിക് ആക്ട് അല്ലേ? റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എനാക്ട് ചെയ്ത ഒരു സ്പെസിഫിക് ആക്ട് ആണ് എന്ത്? റെറ. അപ്പൊ ഇതിൻ്റെ അകത്ത് അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് പ്രൊവിഷൻസ് ആണ് എന്തിന്റെ അടിയിലുള്ളത്? റെറേന്റെ അടിയിലുള്ളത്. അപ്പൊ എന്തെങ്കിലും ജനറൽ ആക്ടുകൾക്ക് ഇതിന് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് ഏതെങ്കിലും ജനറൽ ആക്ടുകളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജനറൽ ആക്ടുകളുടെ മേലെ ഏത് ആക്ടിനാ ഇതുണ്ടാവുക? വാലിഡിറ്റി ഉണ്ടാവുക?
റെറയ്ക്കാണ് വാലിഡിറ്റി ഉണ്ടാവും. റെറയ്ക്ക് മാത്രമല്ല, എല്ലാ സ്പെസിഫിക് ആക്ടുകൾക്കും എപ്പോഴും ജനറൽ ആക്ടുകളുടെ മേലെ എന്തുണ്ടാവും? വാലിഡിറ്റി ഉണ്ടാവും. പക്ഷെ ഒരാക്ടും എന്തിനോട് അൾട്രാ വയർസ് ആവാൻ പാടില്ല? കോൺസ്റ്റിറ്റ്യൂഷനോട് അൾട്രാ വയർസ് ആവാൻ പാടില്ല. അപ്പൊ റെറയ്ക്ക് എന്തുണ്ടാവും? ഇറ്റ് ഷൽ ഹാവ് ഓവർറൈഡിങ് എഫക്ട് ഓവർ എനി അതർ ലോ ഫോർ ദി ടൈം ബീങ് ഇൻ ഫോഴ്സ്. ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിനോട് കോൺട്രാവീനിങ് ആയിട്ട് വേറെ എന്തെങ്കിലും പ്രൊവിഷൻസ് വേറെ ഏതെങ്കിലും ആക്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊവിഷൻസിന്റെ മേലെ ആർക്ക് എഫക്ട് ഉണ്ടാവും? റെറേന്റെ പ്രൊവിഷൻസിന് എഫക്ട് ഉണ്ടാവും. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? നിങ്ങൾ ബ്രേക്ക് എടുത്തോ, എന്നിട്ട് SEZ എടുക്കാം. നോക്കാം. SEZ എന്താ? സ്പെഷ്യൽ എക്കണോമിക് സോൺ. ആക്ട് വന്നത് 2005 ഓക്കെ. അപ്പൊ SEZ ആയിട്ട് ലോ റിലേറ്റിംഗ് ടു SEZ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. അപ്പൊ എന്ത് SEZ എന്താ? സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് എനിക്കറിയാം. അതെന്താ സാധനം? എന്താ ഫസ്റ്റ് ലൈൻ അതല്ലേ കണ്ടേ? അതൊരു എക്സ്ക്ലൂസീവ്, ശരിയാണ്, അതൊരു എക്സ്ക്ലൂസീവ് കൊമേഴ്ഷ്യൽ ഏരിയ ആണ്. അതായത് ഫോറിൻ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ട്രേഡും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് കൊമേഴ്ഷ്യൽ എക്കണോമിക് ഏരിയ അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ്സ്, എക്കണോമിക് ആക്ടിവിറ്റീസ്, ട്രേഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ആണ് എന്ത്? സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ. അപ്പൊ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഒരു എക്കണോമിക് ഫോറിൻ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതൊരു ഫോറിൻ ടെറിട്ടറി അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട്, അവിടേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോർട്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്ത് എക്സ്പോർട്ട് എന്താ? ശരിക്കും സാധാരണഗതിയിൽ എക്സ്പോർട്ട് എന്താ? കയറ്റി അയക്കുക. അതായത് ഇന്ത്യന്റെ പുറത്തേക്ക് നമ്മൾ കയറ്റി അയക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എക്സ്പോർട്സ് എന്ന് പറയാ. അപ്പൊ അതൊരു ഫോറിൻ ടെറിട്ടറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഏത്? സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ. അപ്പൊ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇങ്ങനെ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ്, ഒരുപാട് എക്സംഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്രൊസീജിയർ, പോളിസി, റെഗുലേഷൻസ്, റിലാക്സേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കൊടുക്കുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസും അതേപോലെ പ്രൊസീജിയേഴ്സും ട്രേഡ് ബാരിയേഴ്സും ടാരിഫ് ബാരിയേഴ്സും ഒക്കെ എന്താണ്? സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കുറവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GST ഉണ്ടോ? സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നടത്തുന്ന സപ്ലൈസിന് GST ഉണ്ടോ? ഇല്ല. സീറോ റേറ്റഡ് സപ്ലൈസ് ആണ്. ഓക്കെ. നിങ്ങൾ ഇതിൽ പഠിക്കും. GST സ്റ്റാർട്ട് ചെയ്തോ ടാക്സിൽ? ഇല്ല. സീറോ റേറ്റഡ് സപ്ലൈസ് ആണ്. അതായത് നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നടത്തുന്ന സപ്ലൈസിനൊന്നും എന്തില്ല? ടാക്സ് ഇല്ല. അത് സീറോ റേറ്റഡ് സപ്ലൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ടാക്സ് റേറ്റ് നില്ലായിരിക്കും. അതേപോലെ നമ്മളുടെ ഇൻകം ടാക്സ് ആക്ടിന്റെ അടിയിൽ നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് നടത്തുന്ന എക്സ്പോർട്സ് ഇല്ലേ, അങ്ങനെ നടത്തുന്ന എക്സ്പോർട്സിന് കിട്ടുന്ന എക്സ്പോർട്ട് പ്രോഫിറ്റ്സിൽ ഫസ്റ്റ് ആദ്യത്തെ 5 വർഷം സീറോ പ്രോഫിറ്റ്, സീറോ ടാക്സ് ആയിരിക്കും. ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നത്തെ 5 വർഷം എന്തായിരിക്കും? 50% ടാക്സ് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സും അതേപോലെ വേറെ ഒരുപാട് പ്രൊസീജിയർ, പോളിസി, റിലാക്സേഷൻസും എന്തുണ്ട്? സ്പെഷ്യൽ എക്കണോമിക് സോണിലുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അത് കൊടുക്കുന്നത്? ട്രേഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഫോറിൻ ട്രേഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, എക്കണോമിക് ആക്ടിവിറ്റീസ് അവിടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? SEZ ഇങ്ങനത്തെ പോളിസി റിലാക്സേഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ SEZ എന്താ?
ഫോറിൻ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് കൊമേഴ്ഷ്യൽ ഏരിയ ആണ് എന്ത്? എക്സ്ക്ലൂസീവ് കൊമേഴ്ഷ്യൽ. എന്താ കൊമേഴ്ഷ്യൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാത്രം, ബിസിനസ്സും ട്രേഡും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയാ? കൊമേഴ്ഷ്യൽ ഏരിയ എന്ന് പറയുന്നത്. ഒരു എക്സ്ക്ലൂസീവ് കൊമേഴ്ഷ്യൽ ഏരിയ ആണ് എന്ത്? SEZ. ഓക്കെ, അപ്പൊ ഈ ഫോറിൻ ട്രേഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലോസ് ഒക്കെ, അല്ലെങ്കിൽ അവിടുത്തെ എക്കണോമിക് ലോസ് ഒക്കെ സാധാരണ ലോസിനെ കമ്പയർ ചെയ്ത് എന്താണ്? വളരെ ലിബറലൈസ്ഡ് ആണ്. ലിബറലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ മിനിമൽ ആണ്, വളരെ ഫ്ലെക്സിബിൾ ആണ്. ഭയങ്കര റിജിഡ് ലോസ്, എക്കണോമിക് ലോസ് ഒന്നും എന്തിൽ ആപ്ലിക്കബിൾ ആവില്ല? SEZ ആപ്ലിക്കബിൾ ആവില്ല. മനസ്സിലായോ? അപ്പോ ഈ എക്കണോമിക് ലോസ് എന്ന് പറയുന്നത് എന്താ? സാധാരണഗതിയിൽ ഇപ്പൊ നമ്മള് ഗവേൺ ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ ഗവേൺ ചെയ്യുന്ന എന്താ? ഫെമ അല്ലേ? ഫെമ പോലത്തെ, അതേപോലെ മണി ലോണ്ടറിങ്, അതേപോലത്തെ എക്കണോമിക് ലോസ് അവിടെ എന്തായിരിക്കും? അവിടെ വളരെ ലിബറലൈസ്ഡ് ആയിരിക്കും. പ്രൊവിഷൻസ് ഒക്കെ വളരെ ലിബറലൈസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടാക്സ്, GST, ഇങ്ങനത്തെ എല്ലാ ലോസും എന്താണ്? അവിടെ വളരെ ലിബറലൈസ്ഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അവിടെ പ്രൊമോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ സ്പെഷ്യൽ എക്കണോമിക് സോൺ പോളിസി ഇന്ത്യയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2000-ലാണ്. അതായത് ഫോറിൻ ട്രേഡ് പോളിസിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ പോളിസി ഇന്ത്യയിൽ 2000-ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ആക്ട് കൊണ്ടുവന്നത് 2005-ലാണ്. ഓക്കെ, അപ്പോ എന്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ? അതൊരു ഡ്യൂട്ടി ഫ്രീ എൻക്ലേവ് ആണ്. ഡ്യൂട്ടി ഫ്രീ എൻക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ 0 ഡ്യൂട്ടീസ് ആണ്. താരിഫ്സ് 0 ആണ്, GST 0 ആണ്, ടാക്സ് 0 ആണ്. അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ്, കസ്റ്റംസ്, ഇങ്ങനത്തെ താരിഫ്സ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഫ്രീ എൻക്ലേവ് ആണ് എന്ത്? സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതൊരു ഫോറിൻ ടെറിട്ടറി ആയിട്ടാണ്. ഇന്ത്യയിലുള്ളതാണെങ്കിൽ കൂടി, ഇന്ത്യയിലുള്ള ഒരു SEZ നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യുക? ഒരു ഫോറിൻ ടെറിട്ടറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് എ സ്പെസിഫിക്കലി ഡീലിനേറ്റഡ് ഡ്യൂട്ടി ഫ്രീ എൻക്ലേവ് ആൻഡ് ഷാൽ ബി ഡീംഡ് ടു ബി എ ഫോറിൻ ടെറിട്ടറി ഫോർ ദി പർപ്പസ് ഓഫ് ട്രേഡ് ഓപ്പറേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് താരിഫ്സ്. ഡ്യൂട്ടീസ്, താരിഫ്സ്, ട്രേഡ് ഓപ്പറേഷൻസ്, ഇതിന്റെ ഒക്കെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ഫോറിൻ ടെറിട്ടറി ആയിട്ടാണ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഓക്കെ, ഡീലിനേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ഡിമാർക്കേറ്റഡ്. അപ്പോ അതൊരു സെപ്പറേറ്റ് ഡൊമസ്റ്റിക് താരിഫ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ട് തന്നെ ഗുഡ്സും സർവീസും, അതായത് ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഗുഡ്സും സർവീസസിനും ഒക്കെ നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യുക? എക്സ്പോർട്സ് ആയിട്ടും. SEZ ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിലേക്ക് വരുന്ന ഗുഡ്സും സർവീസസും ഒക്കെ ഇമ്പോർട്ട്സ് ആയിട്ടുമാണ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞത് സാധാരണഗതിയിൽ എക്സ്പോർട്ട്, ഇപ്പം കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഗുഡ്സ് അയക്കുന്നതിന് ആരെങ്കിലും എക്സ്പോർട്ട് എന്ന് അറിയോ? ഇല്ല. കേരളത്തിൽ നിന്ന് വേറെ രാജ്യങ്ങളിലേക്ക് കടത്തി അയക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എക്സ്പോർട്ട് എന്ന് പറയാ. അപ്പൊ ഈ ആക്ടിന്റെ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു SEZ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഫോറിൻ ടെറിട്ടറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് ഡൊമസ്റ്റിക് താരിഫ് ഏരിയ, അതായത് ബാക്കി ഏരിയാസിനൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള താരിഫ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടീസും താരിഫ്സും ഒന്നും ആയിരിക്കില്ല എവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? SEZ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഒക്കെ ഇന്ത്യയിലുള്ളതാണെങ്കിൽ കൂടി. അതുകൊണ്ട് ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിൽ നിന്ന് SEZ കൊടുക്കുന്ന ഗുഡ്സും സർവീസസിന്റെ ഒക്കെ സപ്ലൈനെ നമ്മൾ എക്സ്പോർട്സ് ആയിട്ടും, ഈ SEZ ഡൊമസ്റ്റിക് താരിഫ് ഏരിയ, ഞാൻ അല്ലാതെ കുറച്ചിട്ടു, ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിലേക്ക് വരുന്ന ഗുഡ്സിനെ സർവീസസിനെ നമ്മൾ ഇമ്പോർട്ട്സ് ആയിട്ടുമാണ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ക്ലിയർ ആയോ? ഇനി SEZ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. മഹാരാഷ്ട്രയിലെ സാന്താക്രൂസ്, കേരളത്തിലെ കൊച്ചി, കാൻല ആൻഡ് സൂരത്ത്, ഗുജറാത്തിലെ കാൻല ആൻഡ് സൂരത്ത്, പിന്നെ തമിഴ്നാട് ചെന്നൈ, വിശാഖപട്ടണം, ഫാൽത്ത, വെസ്റ്റ് ബംഗാളിലെ ഫാൽത്ത, നോയിഡ, ഇൻഡോർ, ഇതൊക്കെ എന്താണ്? SEZ ഏരിയാസ് ആണ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? എന്താ? കൊച്ചി SEZ ആണ്. ഓക്കെ, എക്സ്പോർട്സും ഇമ്പോർട്സും അവിടെ SEZ ആയിട്ട് സ്പെസിഫിക്കലി, കൊച്ചി മൊത്തം SEZ അല്ല, അവിടെ SEZ ആയിട്ട് മാർക്ക് ചെയ്ത് ഡിമാർക്കേറ്റ് ചെയ്ത SEZ ഉണ്ട്, SEZ ഏരിയ ഉണ്ട് കൊച്ചിയിൽ. ഓക്കെ, ഇനി സ്പെഷ്യൽ എക്കണോമിക് സോൺ. സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട് ഓഫ് 2005, സോറി. ഓക്കെ, അപ്പൊ ഈ SEZ പോളിസി എപ്പോഴാ വന്നേ? 2000-ലാണ് വന്നത്. ഓക്കെ, അപ്പൊ ഈ പോളിസി, അത് ഫോറിൻ ട്രേഡ് പോളിസിന്റെ ഭാഗമായിട്ടാണ് SEZ പോളിസി എന്ത് ചെയ്തിട്ടുള്ളത്? എനാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ SEZ പോളിസി വന്നതിന് ശേഷം ഒരു SEZ ആക്ട് വേണം എന്നുള്ള നീഡ് എന്തായി?
വളരെ കൂടിക്കൊണ്ട് വന്നു. കാരണം SEZ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയറൽ ആസ്പെക്ട്സ് പീനൽ പ്രൊവിഷൻസ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്തില്, പോളിസിയില്. പക്ഷെ ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻ ആണ് ഒരു ആക്ട് പറയുമ്പോൾ വരുന്നത്. അപ്പൊ പോളിസി വന്നതിന് ശേഷം SEZ ബന്ധപ്പെട്ട് ഒരു ആക്ട് എനാക്ട് ചെയ്യാനായിട്ടുള്ള നീഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് 2005 എന്ത് ചെയ്തത്, പാർലമെന്റ് SEZ ആക്ട് എനാക്ട് ചെയ്തത്. ഓക്കെ, 10th February 2006 തൊട്ടാണ് ആക്ട് എന്തിൽ വന്നത്, ഫോഴ്സിൽ വന്നത്. ആക്ട് കെയിം ടു ഫോഴ്സ് ഫ്രം 10th February 2006. ഓക്കെ, ഇനി ഓവർ റൈഡിംഗ് എഫക്ട് എന്താണ്, ഈ ആക്ടിലെ പ്രൊവിഷൻസിനോട് കോൺട്രറി ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് വേറെ ഏതെങ്കിലും ആക്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ SEZ ആക്ടിനായിരിക്കും എന്തുണ്ടാവുക, വാലിഡിറ്റി ഉണ്ടാവുക. ദി പ്രൊവിഷൻസ് ഓഫ് SEZ ആക്ട് വിൽ പ്രിവെയിൽ ഓവർ സച്ച് അതർ പ്രൊവിഷൻസ്. ആക്ടിന് ഓവർ റൈഡിംഗ് എഫക്ട് ഉണ്ട്. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് ദി ആക്ട്, ആക്ടിന്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചോ ഒബ്ജക്ട്സും ഫീച്ചേഴ്സും. ഓക്കെ, അപ്പോ matters relating to establishment of special economic zone and for setting up of units therein. ഒരു ഏരിയ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ട് നോട്ടിഫൈ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ്സ് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റേഴ്സുമായിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണ്, SEZ ആക്ട് ആണ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ, ഇനി ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ്. എന്താണ് ഈ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ്? ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് എന്താ, ഇന്ത്യന്റെ പുറത്തുള്ള ബാങ്കിങ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ SEZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഫോറിൻ ടെറിട്ടറി അല്ലേ. അപ്പോ ഫോറിൻ ടെറിട്ടറി ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുക ആക്ടിന്റെ പേർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ SEZ ബാങ്കിങ് യൂണിറ്റ്സിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ SEZ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബാങ്കിങ് യൂണിറ്റ്സ് എന്താണ്, ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ദ ഫിസ്ക്കൽ റെജീം ഫോർ ഡെവലപ്പേഴ്സ് ഓഫ് SEZs ആൻഡ് യൂണിറ്റ് ഡയറക്റ്റ്. അതായത് SEZ ഡെവലപ്പേഴ്സിനും അവരുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് റെജീം, ഫിസിക്കൽ റെജീം, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട മാറ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ പ്രൊവിഷൻസ് ഉണ്ടാക്കാനായിട്ട്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അറ്റിൽ സോൺ ലെവൽ. നമുക്ക് ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്, സോണൽ ലെവൽസ് ഉണ്ട്. അപ്പൊ ഈ സോണൽ ലെവൽ ഒരുപാട് ഡിഫറെന്റ് പോയിട്ട് അപ്രൂവലും ക്ലിയറൻസും ഒന്നും എടുക്കാതെ എല്ലാ ക്ലിയറൻസും കിട്ടാനായിട്ട് ഒരു സിംഗിൾ വിൻഡോ മെക്കാനിസം എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിന്റെ അടിയിൽ എനാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അതോറിറ്റി ഫോർ ഈച്ച് സ്പെഷ്യൽ എക്കണോമിക് സോൺ സെറ്റപ്പ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്ന ഓരോ സ്ഥലത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണിന് ഓരോ അതോറിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ടിന്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡെസിഗ്നേഷൻ ഓഫ് സ്പെഷ്യൽ കോർട്സ് ആൻഡ് സിംഗിൾ എൻഫോഴ്സ്മെന്റ് ഏജൻസി ടു എൻഷുർ സ്പീഡി ട്രയൽ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അത് ഈ SEZ ബന്ധപ്പെട്ട മാറ്റേഴ്സിന്റെ കാര്യങ്ങൾ വേഗത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അത് വേഗം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോർട്സും ഒരു സിംഗിൾ എൻഫോഴ്സ്മെന്റ് ഏജൻസിയും എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ടിന്റെ അടിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആക്ട്. SEZ ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ എന്താ, എന്തിനാ SEZ, എന്തിനാ ട്രേഡ്, എന്തിനാ ഒരുപാട് ട്രേഡ് എന്തിനാ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നേ, എക്കണോമിക് ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ട്രേഡ് കൂടിയാലല്ലേ എക്കണോമിക് ആക്ടിവിറ്റി പ്രൊമോട്ട് ആവുള്ളൂ. അപ്പൊ അഡീഷണൽ എക്കണോമിക് ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഫസ്റ്റ് അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്. പിന്നെ പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. SEZ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കടത്തിവിടുമ്പോൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യുന്നത്, എക്സ്പോർട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോർട്സ് ഓഫ് ഗുഡ്സും സർവീസസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ കൂടുതലും എന്തായിരിക്കും, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും. എവിടെ, SEZ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുമ്പോൾ അത് ഒബ്വിയസ്ലി എന്തായിരിക്കും, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്സ് ആക്കി വിടുന്ന പോലെ തന്നെയാണ്. ഓക്കെ, പിന്നെ പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ സോഴ്സസ്. അപ്പോൾ ഒരു SEZ ഡൊമസ്റ്റിക് എന്റിറ്റീസിന്റെ കയ്യിൽ നിന്നും അതേപോലെ ഫോറിൻ എന്റിറ്റീസിന്റെ കയ്യിൽ നിന്നും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യാനുള്ളത് എന്താണ്, വേറെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു സ്ഥലം ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഡിമാർക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇങ്ങനെ പുതിയ പുതിയ സംഭവങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ എന്തായാലും എന്താവും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ആയല്ലേ. ഇപ്പൊ ലുലുമോൾ പോലുള്ള ഒരു പുതിയ സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് ജോലി കിട്ടും. അപ്പൊ ഒരു പുതിയ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ അങ്ങനെ ഒരു SEZ ആയിട്ട് ഇതാക്കുമ്പോൾ അവിടെ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുമ്പോൾ അത്രയും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താവും, അവിടെ ജനറേറ്റഡ് ആവും. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. അതായത് പ്രോപ്പർ ആയിട്ട് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും എന്താണ് SEZ ആക്ടിന്റെ ഒബ്ജക്റ്റീവ് ആണ്.
ക്ലിയർ ആയോ? ഇനി എക്സ്പോർട്ട്. ആ എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, അപ്പോ എക്സ്പോർട്ട് മീൻസ് ഫസ്റ്റ് വൺ എന്താ? എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി എക്സ്പോർട്ടിന്റെ മീനിങ് എന്താ? ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. ഓക്കെ, അപ്പൊ ടേക്കിംഗ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ഔട്ട് ഓഫ് ഇന്ത്യ ഫ്രം എ സ്പെഷ്യൽ എക്കണോമിക് സോൺ ബൈ ലാൻഡ്, സീ ഓർ ബൈ എനി അതർ മോഡ് വെദർ ഫിസിക്കൽ ഓർ അതർവൈസ്. ഓക്കെ, പിന്നെ സെക്കൻഡ് വൺ സപ്ലൈങ് ഓഫ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ഫ്രം ഡൊമസ്റ്റിക് സർവീസ് ഏരിയ ടു യൂണിറ്റ് ഓർ ഡെവലപ്പർ. അതായത് ഒരു ഡൊമസ്റ്റിക് സാരിഫ് ഏരിയയിൽ നിന്ന് ഒരു SEZ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? എക്സ്പോർട്ട് ആണ്. പിന്നെ സപ്ലൈങ് ഓഫ് ഗുഡ്സ് പ്രൊവൈഡിങ് സർവീസസ് ഫ്രം വൺ യൂണിറ്റ് ടു അനദർ യൂണിറ്റ് ഓർ ഡെവലപ്പർ ഇൻ ദ സെയിം ഓർ ഡിഫറെന്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്ന് വേറൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് ഗുഡ്സും സർവീസും പ്രൊവൈഡ് ചെയ്യുന്നതും എന്താണ്? എക്സ്പോർട്ട് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അതായത് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ഒരു യൂണിറ്റിൽ നിന്ന് അതേ സ്പെഷ്യൽ എക്കണോമിക് സോണിലെ വേറൊരു യൂണിറ്റിലേക്ക് ഗുഡ്സും സർവീസും പ്രൊവൈഡ് ചെയ്താലോ അതും എന്താണ്? എക്സ്പോർട്ട് ആണ്. മനസ്സിലായോ? ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ തന്നെ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടാക്കും. ചിലപ്പോൾ ആ സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് എടുത്താലും എക്സ്പോർട്ട് ആണ്. ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിലെ വേറൊരു യൂണിറ്റിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയാലും എന്താണ്? എക്സ്പോർട്ട് ആണ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇമ്പോർട്ട്. ബ്രിങ്ങിങ് ഗുഡ്സ് ഓർ റിസീവിംഗ് സർവീസസ് ഇൻ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ ബൈ എ യൂണിറ്റ് ഓർ ഡെവലപ്പർ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ ലാൻഡ്, സീ ഓർ എയർ ബൈ എനി അതർ മോഡ്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ഒരു യൂണിറ്റിലേക്കോ ഒരു ഡെവലപ്പറിലേക്കോ ഒരു സാധനങ്ങളോ അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? എക്സ്പോർട്ട് എന്ന് പറയുക. ഫസ്റ്റ് വൺ. പിന്നെ സെക്കൻഡ് വൺ റിസീവിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ബൈ എ യൂണിറ്റ് ഓർ ഡെവലപ്പർ ഫ്രം അനദർ യൂണിറ്റ് ഓർ ഡെവലപ്പർ ഓഫ് ദ സെയിം സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതായത് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് വേറൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സർവീസ് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ അത് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലെ 2 യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ വേറൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ഒരു യൂണിറ്റ് വേറൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിലെ യൂണിറ്റിലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതും എന്താണ്? ഇമ്പോർട്ട് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇനി സർവീസ്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ such tradable service which are covered under general agreement on trade in services annexed to IB to the agreement establishing the World Trade Organization concluded Marrakesh on 15 April. അതായത് ജനറൽ ട്രേഡ് അഗ്രിമെന്റ് ഓൺ ട്രേഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഗാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അഗ്രിമെന്റ് ഉണ്ട്. ഓക്കെ, അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മാരക്കേഷിൽ കൺക്ലൂഡ് ചെയ്ത ഒരു മറ്റേ എഗ്രിമെന്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു എഗ്രിമെന്റ് ആണിത്, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് സർവീസസ്. അതിലൊരു അനെക്സ്ഡ് ആയിട്ടുള്ള ഒരു അനെക്ഷർ ഉണ്ട്, അനെക്ഷർ IB. ഓക്കെ, അനെക്ഷർ IB എന്ന് പറഞ്ഞിട്ടൊരു ആ എഗ്രിമെന്റിൽ ഒരു അനെക്ഷർ ഉണ്ട്. ആ അനെക്ഷറിൽ എന്താണോ സർവീസസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് സർവീസ് ആണ്. പിന്നെ മേ ബി പ്രിസ്ക്രൈബ്. അനെക്ഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെഡ്യൂൾ ഒക്കെ ഇല്ലേ? ഷെഡ്യൂൾ ഇല്ലേ? എന്താ ഷെഡ്യൂൾ? എന്താ? ഓരോ ആക്ടിന്റെ അടിയിൽ നമ്മൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ഓരോന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതാണ് ഷെഡ്യൂൾ. അപ്പൊ അതുപോലെ ആ എഗ്രിമെന്റിന്റെ ഒരു ഭാഗമാണ് എന്ത്? അനെക്ഷർ. അതിൽ അനെക്ഷർ IBയിൽ കൊടുത്തിട്ടുള്ള സർവീസ് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറയുന്ന. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണോ സർവീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് സർവീസ് ആണ്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എന്താണോ സർവീസ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത് സർവീസ് ആണ്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഓൺ ചെയ്യുന്നത് എന്തും എന്താണ്? സർവീസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പിന്നെ ഉറപ്പല്ലേ? ഡൗട്ട് ഉണ്ടോ? അടുത്തത് ബോർഡ് ഓഫ് അപ്രൂവൽ. ഇതിൽ ഏതോ ഒരെണ്ണത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്രൂവൽ കമ്മിറ്റി ആണോ, SEZ കമ്മിറ്റി ആണോ, ബോർഡ് ഓഫ് അപ്രൂവൽ ആണോ എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിന്റെ ഏതിന്റെ ഒരെണ്ണത്തിന്റെ ഫംഗ്ഷൻസോ എന്തോ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ നിന്നാണ്. പക്ഷെ ഇതിന്റെ അകത്ത് ഏത് ബോർഡാണെന്ന് ഓർമ്മയുണ്ടോ? ഏതൊരു അതോറിറ്റി? ബോർഡ് ഓഫ് അപ്രൂവൽ ആണോ, അപ്രൂവൽ കമ്മിറ്റി ആണോ, SEZ അതോറിറ്റി? SEZ അതോറിറ്റി എന്ന് തോന്നുന്നു. അപ്പൊ ഇതിൽ ഏതോ ഒരു അതോറിറ്റി എന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കി വെക്കാം, ഓരോന്നിന്റെ ഫംഗ്ഷൻസ് ഓരോന്നിന്റെയും കോമ്പോസിഷൻ ഒക്കെ നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ബോർഡ് ഓഫ് അപ്രൂവൽ. ഫസ്റ്റ് അതോറിറ്റി SEZ ആക്ടിന്റെ അടിയിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് അതോറിറ്റി ആണ് കേട്ടോ ബോർഡ് ഓഫ് അപ്രൂവൽ. 2-3 അതോറിറ്റീസ് ഉണ്ട്, കൺഫ്യൂഷൻ ആയി പോരുത്. ബോർഡ് ഓഫ് അപ്രൂവൽ, ബോർഡ് ഓഫ് അപ്രൂവൽ ഉണ്ട്, അപ്രൂവൽ കമ്മിറ്റി ഉണ്ട്, SEZ അതോറിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ബോർഡ് ഓഫ് അപ്രൂവൽ
അപ്പൊ ആരായിരിക്കും ബോർഡ് ഓഫ് അപ്രൂവൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ വഴി എന്ത് ചെയ്യും? ബോർഡ് ഓഫ് അപ്രൂവൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. പവർ ഓഫ് ദി ബോർഡ് ഓഫ് അപ്രൂവൽ. ഓരോ അതോറിറ്റീസിനും ഓരോ പവേഴ്സും ഫംഗ്ഷൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആയി പോരുത്. ഓക്കെ, പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് അപ്രൂവൽ. എന്തായിരിക്കും ബോർഡ് ഓഫ് അപ്രൂവൽ? അപ്രൂവലിന്റെ റോൾ എന്തായിരിക്കും? ജസ്റ്റ് സിംപ്ലി ആ പേര് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അപ്രൂവൽ കൊടുക്കുക അല്ലെ? അപ്പൊ അപ്രൂവിങ്, റിജക്ടിങ് ഓർ മോഡിഫൈങ് പ്രപ്പോസൽ ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് SEZ. അതായത് ഒരു ഏരിയ ഒരു SEZ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നെസസറി ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ആണ് നോട്ടിഫൈ ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റ് അത് നോട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിന് പ്രോപ്പർ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കണം. അതിന്റെ സൈഡ് എഫക്ട്സ്, എൻവയോൺമെന്റ് ക്ലിയറൻസ്, ഒരുപാട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത് എന്ത് ചെയ്യുള്ളൂ? SEZ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഏരിയ SEZ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള അപ്രൂവലോ അല്ലെങ്കിൽ ആ പ്രപ്പോസലിനുള്ള അപ്രൂവലോ അല്ലെങ്കിൽ അതിന്റെ റിജക്ഷൻ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മോഡിഫിക്കേഷനും കൊടുക്കാം. ഓക്കെ, അപ്രൂവിങ് ഓതറൈസ്ഡ് ഓപ്പറേഷൻസ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ SEZ. അതായത് ഒരു SEZ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക? ഓത്തറൈസ് ചെയ്യുക. മനസ്സിലായോ? ഒരു SEZ ഇന്ന ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുക, ഇവിടെ ഇത് ക്യാരി ഔട്ട് ചെയ്യരുത്, ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ഇവിടെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്ത് കൊടുക്കുക? അപ്രൂവൽ കൊടുക്കുക. പിന്നെ അപ്രൂവിങ് ഫോറിൻ കൊളാബറേഷൻസ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ SEZ. അതായത് SEZ യൂണിറ്റ്സുമായിട്ട് ഫോറിൻ എൻറ്റിറ്റീസിന് എന്തെങ്കിലും ജോയിന്റ് വെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ കൊളാബറേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ആരുടെ അടുത്തുനിന്ന് അപ്രൂവൽ എടുക്കണ്ടേ? ബോർഡ് ഓഫ് അപ്രൂവലിന്റെ അടുത്തുനിന്നാണ് അപ്രൂവൽ എടുക്കേണ്ടത്. ഓക്കെ, അപ്രൂവിങ്, റിജക്ടിങ് ഓർ മോഡിഫൈങ് പ്രപ്പോസൽ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻ ആൻ SEZ. ഒരു SEZ കൊണ്ടുവരേണ്ട ബിൽഡിങ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള അപ്രൂവലോ അല്ലെങ്കിൽ റിജക്ഷനോ അല്ലെങ്കിൽ മോഡിഫൈങ്, അതിന്റെയൊക്കെ പ്രപ്പോസലിന് അപ്രൂവലും റിജക്ഷനും മോഡിഫിക്കേഷൻ ഒക്കെ കൊടുക്കുക എന്നുള്ളത് ആരുടെ റോളാണ്? അപ്രൂവിങ് ബോർഡ് ഓഫ് അപ്രൂവിങ് അതോറിറ്റി അല്ല, ബോർഡ് ഓഫ് അപ്രൂവലിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അടുത്തത് അപ്രൂവൽ കമ്മിറ്റി വരുന്നുണ്ട്. അപ്രൂവൽ കമ്മിറ്റിന്റെ ഫംഗ്ഷൻസും പവേഴ്സും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഗ്രാന്റിംഗ് എ ലൈസൻസ് ടു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇഫ് സച്ച് അണ്ടർടേക്കിംഗ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ഇൻഡസ്ട്രിയൽ SEZ എന്തെങ്കിലും ഇൻഡസ്ട്രി വരികയാണെന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ഒബ്വിയസ് ആയിട്ട് എവിടെ ഇൻഡസ്ട്രി വരണമെന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രിയൽ ലൈസൻസ് എടുക്കണം. ഓക്കെ, അപ്പോൾ SEZ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് നെസസറി ആയിട്ടുള്ള ലൈസൻസ് കൊടുക്കുക. ഓക്കെ, പ്രപ്പോസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഹോളി ഓർ പാർഷ്യലി ഇൻ SEZ. അതായത് SEZ പ്രപ്പോസ്, അതായത് പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടൊരു പ്രപ്പോസലോ വന്നിട്ടുള്ള ഇൻഡസ്ട്രിക്ക് ലൈസൻസ് കൊടുക്കുക. പിന്നെ സസ്പെൻഷൻ ഓഫ് ദി ലെറ്റർ അപ്രൂവൽ ഗ്രാന്റഡ് ടു എ ഡെവലപ്പർ. അതായത് ഒരു SEZ ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ട് ഓൾറെഡി ഒരു അപ്രൂവൽ കിട്ടിയ ഒരു ഡെവലപ്പറിന് ആ കിട്ടിയ ലെറ്റർ ഓഫ് അപ്രൂവൽ എന്ത് ചെയ്യാൻ? സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്? ബോർഡ് ഓഫ് അപ്രൂവലിനുണ്ട്. കാരണം ബോർഡ് ഓഫ് അപ്രൂവൽ തന്നെയാണ് ആദ്യം എന്ത് കൊടുത്തത്? അപ്രൂവൽ ലെറ്റർ കൊടുത്തത്. ആ കൊടുത്ത അപ്രൂവൽ ലെറ്റർ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പവറും ആർക്കുണ്ട്? ബോർഡ് ഓഫ് അപ്രൂവലിന് തന്നെയുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. പക്ഷെ SEZ എന്തുണ്ടാവും? അവിടുത്തെ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്കാണ്? ബോർഡ് ഓഫ് അപ്രൂവലിനാണ്. പിന്നെ ഡിസ്പോസിങ് ഓഫ് അപ്പീൽസ്. എന്തെങ്കിലും ഈ ഓർഡർ കൊടുത്തിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ അഗ്രീഫിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ ഡിസ്പ്യൂട്ടോ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അപ്രൂവൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസേഴ്സിന്റെ ഓർഡേഴ്സിന് എന്തെങ്കിലും അപ്രൂവൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അപ്പീൽസ് ഒക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോമിംഗ് സച്ച് അതർ ഫങ്ഷൻസ്. അതായത് അതിനോട് ഈ ബോർഡ് ഓഫ് അപ്രൂവലിന് സെൻട്രൽ ഗവൺമെന്റ് സ്പെസിഫിക് ആയിട്ട് ഇൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന മറ്റു ഫങ്ഷൻസ് ഒക്കെ ഡിസ്പോസ് ചെയ്യാനും ആരുടെ പവേഴ്സ് ആണ്, ആരുടെ ഡ്യൂട്ടിയാണ്? ബോർഡ് ഓഫ് അപ്രൂവലിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ? അതായത് ഒരു SEZ തുടങ്ങാൻ, ഇപ്പൊ എനിക്കൊരു SEZ എന്തെങ്കിലും ഒരു സാധനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോറിൻ കൊളാബറേഷൻ വരണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ എടുക്കണ്ടേ? ആരുടെ? ബോർഡ് ഓഫ് അപ്രൂവലിന്റെ കയ്യിൽ നിന്നാണ് അപ്രൂവൽ എടുക്കേണ്ടത്. ക്ലിയർ ആയോ?
ഇനി സസ്പെൻഷൻ ഓഫ് ലെറ്റർ ഓഫ് അപ്രൂവൽ. ഓക്കെ, അപ്പോ ഗ്രാൻഡഡ് ടു എ ഡെവലപ്പർ ഫോർ ഹോൾ ഓഫ് പാർട്ട് ഓഫ് ഹിസ് ഏരിയ. അതായത് ഒരു SEZ ഒരു യൂണിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു അപ്രൂവൽ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി, ഒന്നെങ്കിലും മൊത്തമായിട്ട് ആ യൂണിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ളതോ അല്ലെങ്കിൽ പാർട്ട്ലി ഏതെങ്കിലും ഒരു ഭാഗം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ലെറ്റർ ഓഫ് അപ്രൂവൽ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്? ബോർഡ് ഓഫ് അപ്രൂവലിനുണ്ട്. അതായത് കൊടുത്ത അപ്രൂവൽ ഒന്നെങ്കിൽ ഹോളി അവർ മൊത്തം ഏരിയ ഡെവലപ്പ് ചെയ്യുന്ന സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ആ കൊടുത്ത അപ്രൂവലിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു ഏരിയ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്കുണ്ട്? ബോർഡ് ഓഫ് അപ്രൂവലിനുണ്ട്. അവർക്ക് ആ കൊടുത്ത ലെറ്റർ ഓഫ് അപ്രൂവൽ എന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇയർ എന്ന് പറയുന്നത് എത്രയാ? 1 വർഷം. അതായത് 1 വർഷത്തേക്കാണ് അവരുടെ ഡെവലപ്മെന്റ് കൊടുത്ത അപ്രൂവൽ ആക്ടിവിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സസ്പെൻഡ് ചെയ്യാൻ പറ്റുക. സസ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്മിസ് ചെയ്യാമെന്നാണ് അർത്ഥം അല്ല, ടെമ്പററി ആയിട്ട് അത് എന്ത് ചെയ്യുക? നിർത്തിവെക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ? സസ്പെൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബോർഡ് മേ അപ്പോയിന്റ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ടു ഡിസ്ചാർജ് ദി ഫങ്ഷൻസ് ഓഫ് ദി ഡെവലപ്പർ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് സസ്പെൻഷൻ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിന് കൊടുത്ത ഈ ലെറ്റർ ഓഫ് അപ്രൂവൽ ഒരു പീരിയഡിനേക്ക് സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ സമയത്തും അവിടെ ആക്ടിവിറ്റീസ് നടക്കണ്ടേ? ആ ഏരിയയിൽ ആ യൂണിറ്റിൽ മറ്റേ എക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യണ്ടേ? അപ്പോൾ ഇയാളുടെ അല്ലെങ്കിൽ ഈ ഡെവലപ്പറിന്റെ ഈ അപ്രൂവൽ സസ്പെൻഡ് ചെയ്ത ആ ഒരു പീരീഡിനേക്ക് വേണ്ടിയിട്ട് അവിടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും ബോർഡ് ഓഫ് അപ്രൂവലിന് ആരെ അപ്പോയിന്റ് ചെയ്യാം? ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാം. എന്തിനാ അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഡെവലപ്പറിന്റെ ലെറ്റർ ഓഫ് അപ്രൂവൽ സസ്പെൻഡ് ചെയ്ത സമയത്ത് ആ ഡെവലപ്പർ ചെയ്യേണ്ട ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് ഒരു ഡെവലപ്പറിന്റെ അപ്രൂവൽ സസ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അയാളുടെ മേലെ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസും ഫങ്ഷൻസും പെർഫോം ചെയ്യാനായിട്ട് അയാൾ അൺഎബിൾ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ when he is unable to discharge the functions or duties imposed upon him, ആ ഡെവലപ്പറിന്റെ മേലെ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസും ഡ്യൂട്ടീസും ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റാതെ വരുന്ന ഒരു അവസരത്തിൽ എന്ത് ചെയ്യും? അത് സസ്പെൻഡ് ചെയ്യും. ഓക്കെ, സെക്കൻഡ്ലി, ഹാസ് പേഴ്സിസ്റ്റന്റ്ലി ഡിഫോൾട്ടഡ് ഇൻ കംപ്ലൈങ് വിത്ത് എനി ഡയറക്ഷൻ വിത്ത് ദി ബോർഡ്. അതായത് ബോർഡ് ഓഫ് അപ്രൂവൽ കൊടുത്തിട്ടുള്ള ഡയറക്ഷൻസ് പേഴ്സിസ്റ്റന്റ്ലി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അയാൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡീഫോൾട്ട് അല്ലെങ്കിൽ തെറ്റ് വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം? അയാളുടെ ലെറ്റർ ഓഫ് അപ്രൂവൽ സസ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ലെറ്റർ ഓഫ് അപ്രൂവൽ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ പേരിലാണ് ഈ ലെറ്റർ ഓഫ് അപ്രൂവൽ കൊടുത്തത്, അതിൻ്റെ അകത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അയാൾ ഡീഫോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം? അയാളുടെ ലെറ്റർ ഓഫ് അപ്രൂവൽ സസ്പെൻഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റ്ലി അയാളുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക നില വെച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ ഇപ്പോഴത്തെ ഒരു എക്കണോമിക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് അയാളുടെ മേലെയുള്ള ഡ്യൂട്ടീസ് അയാൾക്ക് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം? അയാളുടെ ലെറ്റർ ഓഫ് അപ്രൂവൽ സസ്പെൻഡ് ചെയ്യാം. Whose financial position is such that he is unable to fully and efficiently discharge the duties and obligation. അയാളുടെ മേലെ ഉണ്ടായിട്ടുള്ള ഡ്യൂട്ടീസും ഒബ്ലിഗേഷൻസും അയാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അയാളുടെ സാമ്പത്തിക അവസ്ഥ മൂലം അയാൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം? അയാളുടെ ലെറ്റർ ഓഫ് അപ്രൂവൽ സസ്പെൻഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഓടിപ്പോയി സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SEZ ഒരു യൂണിറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്താ പറയുക? ഡെവലപ്പർ എന്ന് പറയുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയോ എന്തെങ്കിലും ഒരു അണ്ടർടേക്കിംഗ് ഒരു SEZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഏരിയ. ആ SEZ ഓരോരോ യൂണിറ്റുകൾ ഉണ്ടാവും. അതായത് ഓരോരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഓരോ ബിസിനസ് ആക്ടിവിറ്റിയും അണ്ടർടേക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഡെവലപ്പർ എന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ സസ്പെൻഷൻ നമുക്ക് ഓടിപ്പോയിട്ട് ഡെവലപ്പറിന്റെ ഇത് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മിനിമം 3 മാസം നോട്ടീസ്, അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചോട്ടെ. 3 months നോട്ടീസ്, മിനിമം 3 months നോട്ടീസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 3 മാസം നോട്ടീസിൽ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതണം അതിൻ്റെ അകത്ത് ഗ്രൗണ്ട്സ് ഓഫ് എന്ത് ഗ്രൗണ്ട്സിന്റെ പേരിലാണ് ഇയാളുടെ ലൈസൻസ് അല്ലെങ്കിൽ അപ്രൂവൽ സസ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ നോട്ടീസിൽ എഴുതിയിട്ട് ഒരു 3 months നോട്ടീസ് കൊടുത്തതിന് ശേഷം അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലെറ്റർ ഓഫ് അപ്രൂവൽ സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? ഇനി അടുത്തത് അപ്രൂവൽ കമ്മിറ്റി. ബോർഡ് ഓഫ് അപ്രൂവൽ കഴിഞ്ഞു, അടുത്തത് അപ്രൂവൽ കമ്മിറ്റി. ഡൗട്ട് ഉണ്ടോ?
അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാ? സെൻട്രൽ ഗവൺമെന്റിന് എല്ലാ SEZനും എന്ത് ചെയ്യാം? ഒരു നോട്ടിഫിക്കേഷൻ വഴി ഒരു അപ്രൂവൽ കമ്മിറ്റി constitute ചെയ്യാം. The central government can constitute an approval committee for every SEZ by a notification. ഒരു നോട്ടിഫിക്കേഷൻ വഴി എല്ലാ SEZനും ഒരു അപ്രൂവൽ കമ്മിറ്റി എന്ത് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അപ്രൂവൽ കമ്മിറ്റിന്റെ പവേഴ്സും ഫങ്ഷൻസും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. മാർക്ക് ചെയ്ത് വെച്ചോ. Approve the import or procurements of goods from DTA by a developer in SEZ. Okay, അപ്പോൾ SEZ-ലുള്ള ഒരു ഡെവലപ്പർ ഒരു ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടുന്ന് ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അപ്രൂവൽ കൊടുക്കുക. ഓക്കെ, അതായത് SEZ-ലേക്ക് ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡെവലപ്പർ ഗുഡ്സോ സർവീസസോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അപ്രൂവൽ കൊടുക്കുക. പ്രൊക്യൂർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൊണ്ടുവരിക, അല്ലെങ്കിൽ ഗുഡ്സ് നമുക്ക് ആവശ്യത്തിനുള്ള ഗുഡ്സ് നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊക്യൂർ ചെയ്യാന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡെവലപ്പർ ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യാം. സെക്കൻഡ് വൺ, approve providing of services by a service provider from outside India or from DTA in SEZ. അതായത് SEZ-ലേക്ക് ഇന്ത്യക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിൽ നിന്നോ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് സർവീസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യാനായിട്ടാണ് സെക്കൻഡ് ഫംഗ്ഷൻ. പിന്നെ approve, modify or reject proposal for setting up units in SEZ. SEZ-ൽ യൂണിറ്റ്സ് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള പ്രപ്പോസൽസ് അപ്രൂവ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, റിജക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, DTA ഡൊമസ്റ്റിക് താരിഫ് ഏരിയ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളില്ലേ, ഇന്ത്യയിലെ SEZ അല്ലാത്ത ബാക്കി സ്ഥലങ്ങളെയാണ് നമ്മൾ ഡൊമസ്റ്റിക് താരിഫ് ഏരിയ എന്ന് പറയാം. ഇനി മോണിറ്റർ ആൻഡ് സൂപ്പർവൈസ് കംപ്ലയൻസ് ഓഫ് കണ്ടീഷൻസ് ഓൺ ദി ബേസിസ് ഓൺ വിച്ച് അപ്രൂവൽസ് ആർ ഗ്രാൻഡഡ്. അതായത് എന്തൊക്കെ കണ്ടീഷന്റെ മേലെയാണ് ഒരു SEZ-നോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിനോ ഒക്കെ അപ്രൂവൽ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലയൻസ്, ആ ടേംസും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ട്, ആ SEZ ആ ടേംസും കാര്യങ്ങളും ഒക്കെ കംപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യാനായിട്ട് അതിന്റെ കംപ്ലയൻസ് മോണിറ്റർ ചെയ്യാന്നുള്ളത് അപ്രൂവൽ അതോറിറ്റിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ പെർഫോം എനി അതർ ഫംഗ്ഷൻസ് ആസ് മേ ബി എൻട്രസ്റ്റഡ് ടു ഇറ്റ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഈ അപ്രൂവൽ കമ്മിറ്റിക്ക് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ അസൈൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? അവര് ഡിസ്ചാർജ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്രൂവൽ കമ്മിറ്റി ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ, പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്. അടുത്തത് ഡെവലപ്മെന്റ് കമ്മീഷണർ. ഇവിടെ ഒരെണ്ണം കൂടെ നമ്മൾ പഠിച്ചില്ലേ, അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഡെവലപ്മെന്റ് കമ്മീഷണർ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം? ഒന്നോ അതിലോ കൂടുതലോ SEZ-ന് വേണ്ടിയിട്ട് ഒരു ഡെവലപ്മെന്റ് കമ്മീഷണറെയും അതിന് കീഴിൽ വരുന്ന സച്ച് ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെ ഒക്കെ എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. അതായത് ഒരു ഡെവലപ്മെന്റ് കമ്മീഷണറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന സച്ച് അതർ എംപ്ലോയീസിനെയും സച്ച് അതർ ഓഫീസേഴ്സിനെയും എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റിന് അപ്പോയിന്റ് ചെയ്യാം. അത് ഒരു SEZ-ന് വേണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ SEZ-ന് വേണ്ടിയിട്ട് ഒരു ഡെവലപ്മെന്റ് കമ്മീഷണറെയും സച്ച് അതർ ഓഫീസേഴ്സിനൊക്കെ എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഡെവലപ്മെന്റ് കമ്മീഷണറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫങ്ഷൻ എന്താ? ഗൈഡ് ദി ഓൺടർപ്രണേഴ്സ് ഇൻ സെറ്റിംഗ് അപ്പ് യൂണിറ്റ്സ് ഇൻ SEZ. SEZ-ൽ ഓരോ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് എന്തൊക്കെയാണ് നെസസറി പ്രൊസീജിയർ, റെഗുലേഷൻസ്, പോളിസീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഓൺടർപ്രണേഴ്സിനോട് പറഞ്ഞു കൊടുത്ത് SEZ-ൽ ഒരു യൂണിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് അവരെ ഗൈഡ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വൺ, ടേക്ക് സ്റ്റെപ്സ് ഫോർ പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ് ഫ്രം SEZ. SEZ-ന്ന് പുറത്തേക്ക് എക്സ്പോർട്സ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട്? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടത്, ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൂടുതൽ വേണ്ടത് എന്താ? എക്സ്പോർട്സ് ആണ് വേണ്ടത് അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുക. നമുക്ക് സർപ്ലസ് ഉള്ള ഗുഡ്സ് നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയാലാണ് നമ്മുടെ എന്ത് കൂടുക? നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി കൂടുക, നമ്മുടെ പ്രോഫിറ്റ് കൂടുക അവിടെ അല്ലേ?
യെസ്, പിന്നെ കോർഡിനേഷൻ വിത്ത് ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നെസസറി ആണ്, ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അവരുടെ റെലവെന്റ് ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ആയിട്ട് കോർഡിനേഷൻ കൊണ്ടുവരാം. പിന്നെ കൺസേൺഡ് അല്ലെങ്കിൽ ഈ മേളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഏതെങ്കിലും കൺസേൺഡ് ഏജൻസി ആയിട്ട് കോർഡിനേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡെവലപ്മെന്റ് കമ്മീഷണറിന്റെ ഡ്യൂട്ടിയാണ്. മോണിറ്റർ ദി പെർഫോമൻസ് ഓഫ് ദ ഡെവലപ്പർ ആൻഡ് യൂണിറ്റ്സ് ഇൻ SEZ. SEZലെ ഓരോ ഡെവലപ്പറിന്റെയും യൂണിറ്റ്സിന്റെ ഒക്കെ പെർഫോമൻസ് എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഈ ഡെവലപ്മെന്റ് കമ്മീഷണർ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻസ് അസൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻസും ഡ്യൂട്ടീസും ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ ബോർഡ് ഓഫ് അപ്രൂവലിന്റെ എന്തെങ്കിലും ഡ്യൂട്ടീസ് ഈ ഡെവലപ്മെന്റ് കമ്മീഷണർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്യൂട്ടീസും എന്ത് ചെയ്യുക? ഡിസ്ചാർജ് ചെയ്യുക. അതും ആരുടെ ഫംഗ്ഷൻ ആണ്? ഡെവലപ്മെന്റ് കമ്മീഷണറിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? SEZ. അടുത്തത് SEZ അതോറിറ്റി. ഓക്കെ, SEZ അതോറിറ്റി. അപ്പൊ എല്ലാ SEZനും സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഓരോ SEZ അതോറിറ്റി എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എല്ലാ SEZനും നോട്ടിഫിക്കേഷൻ വഴി സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഓരോ SEZ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് can supersede the authority for a maximum 6 months if the authority is unable to perform. അതായത് ഒരു SEZൽ എന്ത് ചെയ്തു? ഒരു SEZ അതോറിറ്റി അതിനകത്തില്ലേ? SEZ അതോറിറ്റി ഇല്ല ടെക്സ്റ്റില് ഉണ്ടാവുമല്ലോ. ഉണ്ട്. പേജ് നമ്പർ കിട്ടിയോ? ഓക്കെ, അപ്പൊ ഓരോ SEZനും എന്ത് വേണം? ഒരു SEZ അതോറിറ്റി വേണം. അപ്പൊ ഈ SEZ അതോറിറ്റിയാണ് ഓരോ SEZലെയും ഫങ്ഷൻസ് ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുന്നത് ആരാണ്? SEZ അതോറിറ്റിയാണ്. ഓക്കെ, ഇപ്പൊ ഒരു SEZലെ SEZ അതോറിറ്റീസിന് അവിടുത്തെ ഫങ്ഷൻസ് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അവിടെ പേജ് നമ്പർ പറഞ്ഞു കൊടുക്കണം അവന്. ഓരോ SEZ അതോറിറ്റീസിന് അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക അവിടുത്തെ SEZ അതോറിറ്റിക്ക്. അപ്പൊ എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റിന് ആ ഫങ്ഷൻസ് അല്ലെങ്കിൽ ആ ഡ്യൂട്ടി ഏറ്റെടുക്കാം. പക്ഷെ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം 6 മാസം പീരീഡിനേക്ക് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഈ പ്രസിഡൻഷ്യൽ റൂള് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പ്രസിഡൻഷ്യൽ റൂൾ എന്താ? ഓരോ സ്റ്റേറ്റിലും എങ്ങനെ, ഇപ്പൊ നിലവില് നമ്മുടെ ഫെഡറൽ സിസ്റ്റം അല്ലെ ഗവൺമെന്റ്, എന്താണ്? 2 ലെവൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഓരോ സ്റ്റേറ്റിലും എന്തുണ്ട്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവിടുത്തെ നമ്മുടെ ഓരോ സ്റ്റേറ്റിലെയും എന്തുണ്ട്? റെസ്പെക്റ്റീവ് മിനിസ്ട്രി ഉണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അതാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസ്. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റിലും ഇപ്പൊ മണിപ്പൂരിലെ റീസെന്റ് സിറ്റുവേഷൻ വന്ന സമയത്ത് പ്രസിഡൻഷ്യൽ റൂൾ ഇമ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവിടുത്തെ മിനിസ്ട്രിക്ക്, അവിടുത്തെ ക്യാബിനറ്റിന്, സ്റ്റേറ്റ് മിനിസ്ട്രിക്ക് അവിടുത്തെ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും? അവിടെ പ്രസിഡൻഷ്യൽ റൂള് ഇമ്പോസ് ആവും ആ പ്രത്യേക സ്റ്റേറ്റില്. മനസ്സിലായോ? ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് സൂപ്പർവിഷന്റെ അടിയിൽ എന്ത് ചെയ്യും? അവിടുത്തെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തും. അതാണ് പ്രസിഡൻഷ്യൽ റൂൾ. സിമിലർ പ്രൊവിഷൻ ആണ് ഇവിടെ. അതായത് ഒരു SEZ അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ SEZലെ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആര് സൂപ്പർസീഡ് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് സൂപ്പർസീഡ് ചെയ്യും. ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് സൂപ്പർസീഡ് ചെയ്യാം. പക്ഷെ എത്ര സമയത്തേക്കാണ് മാക്സിമം സെൻട്രൽ ഗവൺമെന്റ് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുക? മാക്സിമം 6 മന്ത് പീരീഡിനേക്കാണ് സെൻട്രൽ ഗവൺമെന്റ് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുക. ക്ലിയർ ആയോ? ഇനി അടുത്തത് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ, 6 മന്ത്സ്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് SEZ അതോറിറ്റി മാർക്ക് ചെയ്ത് വെച്ചോ. എന്തൊക്കെയാണ് SEZ അതോറിറ്റിന്റെ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ, ഓവറോൾ ആയിട്ടുള്ള ജനറൽ ഫങ്ഷൻസ് ആണ്. SEZലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ SEZ. പ്രൊമോട്ടിംഗ് എക്സ്പോർട്സ് ഫ്രം SEZ. SEZ എന്ത് ചെയ്യാനായിട്ട്? എക്സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുക. റിവ്യൂയിങ് ദി ഫംഗ്ഷനിങ് ആൻഡ് പെർഫോമൻസ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓരോ സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ഫങ്ഷൻസും പെർഫോമൻസും എന്ത് ചെയ്യാനായിട്ട്? പ്രോപ്പർ ആയിട്ട് റിവ്യൂ ചെയ്യാനായിട്ട്.
Levy user or service charges or fees or rent for the use of properties belonging to the authority. ഒരു അതോറിറ്റീന്റെ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ബിൽഡിങ്സോ ഒക്കെ അവിടുത്തെ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡെവലപ്പറോ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള റെന്റ് പിന്നെ ഫീസ് ചാർജസ് ഒക്കെ ഡെവലപ്പറിന്റെ മേലെ ഇമ്പോസ് ചെയ്യുന്നത് ആരാ? SEZ അതോറിറ്റി ആയിരിക്കും ഇമ്പോസ് ചെയ്യുക. ഓക്കെ, ഇനി ഫ്രം ടൈം ടു ടൈം സെൻട്രൽ ഗവൺമെന്റ് വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അവര് പെർഫോം ചെയ്യണം. ഓക്കെ, ഇനി ഡയറക്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ബൈൻഡിങ് ഓൺ ദി അതോറിറ്റി. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് SEZ അതോറിറ്റിന് എന്തെങ്കിലുമൊക്കെ ഡയറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓർഡേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആരുടെ മേലെ ബൈൻഡിങ് ആയിരിക്കും? ഈ SEZ അതോറിറ്റിന്റെ മേലെ ആ ഡയറക്ഷൻസ് ഒക്കെ ബൈൻഡിങ് ആയിരിക്കും. ഓക്കെ, റിപ്പോർട്ട്സ് ആൻഡ് റിട്ടേൺസ് ബൈ ദി അതോറിറ്റി. ഓക്കെ, അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം ചോദിക്കുന്ന സമയത്ത് അതോറിറ്റി എന്ത് ഫർണിഷ് ചെയ്യണം? അതായത് സെൻട്രൽ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം റിക്വയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ്, റിട്ടേൺസ്, റെക്കോർഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആര് ഫർണിഷ് ചെയ്യണം? ആരാ ഫർണിഷ് ചെയ്യണ്ടേ? SEZ അതോറിറ്റി സെൻട്രൽ ഗവൺമെന്റിന് ഫർണിഷ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ എല്ലാ SEZ അതോറിറ്റിയും എല്ലാ ഫൈനാൻഷ്യൽ ഇയറിന്റെയും എൻഡിന് ശേഷം ആ SEZ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഒരു ട്രൂ ആൻഡ് ഫുൾ അക്കൗണ്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. അതായത് ഓരോ ഫൈനാൻഷ്യൽ ഇയറിന്റെയും എൻഡിന്ന് ആ വർഷം ആ SEZ നടന്ന എല്ലാ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിന്റെയും അതേപോലെ എല്ലാ പോളിസീസിന്റെയും എല്ലാ പ്രോഗ്രാംസിന്റെയും ഒക്കെ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഫുൾ റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? സെൻട്രൽ ഗവൺമെന്റിന് SEZ അതോറിറ്റി കൊടുക്കണം ഫ്രം ദി എൻഡ് ഓഫ് ഈച്ച് ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന റിപ്പോർട്ട് എന്ത് ചെയ്യണം? 2 ഹൗസിന്റെ മുന്നേ, അതായത് ലോക്സഭയുടെ മുന്നിലും രാജ്യസഭയുടെ മുന്നിലും അത് എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. ഇറ്റ് ഇസ് ടു ബി ലേഡ് ബിഫോർ ഈച്ച് ഹൗസ് ഓഫ് പാർലമെന്റ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ 2 മിനിറ്റ് വെറുതെ ഇരുന്നിട്ടെടുക്കാം. നോക്കാം. ഇനി അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് SEZ പറ്റിയിട്ടാ പറയണേ. ഓക്കെ, അപ്പോ ആർക്കാണ് SEZ സെറ്റപ്പ് ചെയ്യാൻ പറ്റാന്ന്? ആർക്കൊക്കെ SEZ സെറ്റപ്പ് ചെയ്യാൻ പറ്റാം? സെൻട്രൽ ഗവൺമെന്റിന് പറ്റും, സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റും. ജോയിന്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എസ്റ്റാബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഓർ ഫോർ എനി പേഴ്സൺ ഫോറിൻ കമ്പനീസിനും എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം.
ഓക്കെ, സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരെ പോയിട്ട് സെറ്റ് ചെയ്യാന്നല്ല, അതിനുള്ള പ്രപ്പോസൽ അവർക്ക് കൊടുക്കാം. ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്ത് അത് SEZ ആയിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള പ്രപ്പോസൽ അവർക്ക് കൊടുക്കാം, ഈ ആളുകൾക്ക് കൊടുക്കാം. ആ പ്രപ്പോസൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, അവിടെ അത് സെറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ആർക്കൊക്കെ SEZ സെറ്റ് ചെയ്യാൻ പറ്റുക? സാറിനെ വിളിക്കുന്നു. ആർക്കൊക്കെയാ SEZ സെറ്റ് ചെയ്യാൻ പറ്റുക? സെൻട്രൽ ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിന് ജോയിന്റ്. അതായത് ഞാൻ ചോദിച്ചോട്ടെ, ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിൽ വന്നത് സെയിൽസ് ആ ഏരിയയിൽ നിർത്താൻ കഴിയുള്ളൂ അല്ലേ? അതായത് ഒരാളുടെ ഇഷ്ടത്തിന് എനിക്ക് കമ്പനി തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഏരിയ ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ പ്ലോട്ട് വാങ്ങിച്ചു, എനിക്ക് ഏരിയ സെസ് ആക്കി മാറ്റാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ല നമ്മൾ സെസ് ആക്കി മാറ്റാം. ഒരു ഏരിയ ആദ്യം പെർട്ടിക്കുലർ ഗവൺമെന്റ് പറയുന്ന ഏരിയ എന്നല്ല. ഇപ്പൊ ഞാനൊരു ഏരിയ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു, അതൊരു പൊട്ടൻഷ്യൽ SEZ ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു പ്രപ്പോസൽ കൊടുക്കണം. ആദ്യം എന്റെ പ്രോപ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു പ്രപ്പോസൽ എഴുതിയിട്ട് ഞാൻ ഒന്നെങ്കിൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് അപ്രൂവലിനോ കൊടുക്കണം. ആ ഏരിയ ഒരു SEZ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രപ്പോസൽ ഞാൻ കൊടുക്കണം. അങ്ങനെ ആ പ്രപ്പോസൽ അവർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു SEZ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു SEZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുമ്മാ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ല SEZ. അതിന് ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉള്ള, ഇപ്പൊ ടാക്സ് ഫ്രീ സോൺ ആണ്, അതേപോലെ ഡ്യൂട്ടി ഫ്രീ സോൺ ആണ്, അതേപോലെ ഫോറിൻ ട്രേഡ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. അപ്പൊ നമുക്ക് തോന്നുന്നൊരു സ്ഥലം പോയിട്ട് ഇത് SEZ ആക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് SEZ ആക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പൊട്ടൻഷ്യൽ ആയിട്ട് പറ്റുന്ന ഒരു ഏരിയ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, SEZ ആക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ ഒത്തിരി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആവരുത്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഒക്കെ അല്ലേ, അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആവണം. അതിന്റെ ഇത്ര വെന്യൂല് അല്ലെങ്കിൽ വിസിനിറ്റിയിൽ അത്ര പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് SEZ ആക്കാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ SEZ ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് SEZ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോറിൻ കമ്പനീസിന് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് പൊട്ടൻഷ്യൽ SEZ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രപ്പോസൽ കൊടുക്കാം. അത് പ്രശ്നമുള്ള കാര്യമല്ല. വിഴിഞ്ഞം SEZ അല്ല, വിഴിഞ്ഞം SEZ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. വിഴിഞ്ഞം SEZ ആണോ? നോക്കട്ടെ. അതിപ്പം നോട്ടിഫൈ ചെയ്യുന്നില്ല. അത് അങ്ങനെ ഒരു SEZ ആയിട്ട് പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക. നോട്ടിഫൈ ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നത്. പക്ഷെ അതൊരു SEZ ആക്കിയിട്ട്, അദാനിന്റെ പ്രോജക്റ്റ് അല്ലേ, അതൊരു SEZ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. ഇതിനകത്ത് ഇപ്പൊ നിലവിൽ SEZ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ മോഡ്സ് ഫോർ അപ്ലൈയിങ് SEZ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ടല്ലോ, എന്ത് കുഴപ്പമുണ്ടോ? എനിക്ക് ഇതിന്റെ സംഭവം, ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന, എന്റെ മൈക്ക് റെക്കോർഡ് ആവുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, SEZ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഏരിയ SEZ ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്? നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്രൂവൽ കിട്ടാനായിട്ട്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, പ്രപ്പോസൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാം. സെക്കൻഡ് വൺ പ്രപ്പോസൽ ആർക്ക് കൊടുക്കാം, ബോർഡ് ഓഫ് അപ്രൂവലിന് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന നോക്കാം. ഓക്കെ, അപ്പോ ഒരാൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഏരിയ, ഉച്ചകഴിഞ്ഞ് ക്ലാസ് ഉണ്ടോ? ഇല്ല. ഒരാൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഏരിയ SEZ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റിന് അതൊരു SEZ ആയിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രപ്പോസൽ കൊടുക്കണം. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യും, ആ പ്രപ്പോസൽ അതിന്റെ റെക്കമെൻഡേഷൻസിനോട് കൂടി ബോർഡ് ഓഫ് അപ്രൂവലിന്
ഫോർവേഡ് ചെയ്യും. അതായത് ഇപ്പൊ ഞാനൊരു പ്രപ്പോസൽ കൊടുത്തു, ഞാൻ കൊടുക്കുന്ന പ്രപ്പോസൽ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യില്ല, ബോർഡ് ഓഫ് അപ്രൂവലിന് ഫോർവേഡ് ചെയ്യില്ല. ഞാൻ കൊടുത്ത പ്രപ്പോസൽ അതിൻ്റെ അകത്ത് കുറച്ച് റെക്കമെൻഡേഷൻസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ കുറച്ച് റെക്കമെൻഡേഷൻസും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും ബോർഡ് ഓഫ് അപ്രൂവലിൽ അപ്രൂവൽ ആരണ്ടേ, ഫോർവേഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ബോർഡ് ഓഫ് അപ്രൂവൽ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ അല്ല പ്രപ്പോസൽ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം, അവർക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, പ്രപ്പോസൽ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ചില കണ്ടീഷൻസും ടേംസും വെച്ചിട്ട് ആ കണ്ടീഷൻസിനും ടേംസിനോടും സബ്ജക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് അപ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ആ പ്രപ്പോസൽ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം. ക്ലിയർ ആയോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏരിയ SEZ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഒരു പ്രപ്പോസൽ ആർക്ക് കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡേഷൻസോട് കൂടി അത് എന്ത് ചെയ്യും, ബോർഡ് ഓഫ് അപ്രൂവലിന് ഫോർവേഡ് ചെയ്യും. ബോർഡ് ഓഫ് അപ്രൂവലിന് കിട്ടിക്കഴിഞ്ഞാൽ ബോർഡ് ഓഫ് അപ്രൂവൽ എന്താ ചെയ്യാം, ഒന്നെങ്കിൽ പ്രപ്പോസൽ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ മേലെ പ്രപ്പോസൽ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിലോ അതെന്തെങ്കിൽ മോഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ഓക്കെ, ഇനി ഓപ്ഷൻ 2 പ്രപ്പോസൽ ടു ദി ബോർഡ്. ഈ പേഴ്സൺ എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നതിന് പകരം ഡയറക്ട്ലി ബോർഡ് ഓഫ് അപ്രൂവൽക്ക് എന്ത് കൊടുക്കാം, പ്രപ്പോസൽ കൊടുക്കാം. ഓക്കെ, ബോർഡ് ഓഫ് അപ്രൂവൽ SEZ പ്രപ്പോസൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ടേംസും കണ്ടീഷൻസും വെച്ചിട്ട് അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യും. ഓക്കെ, അപ്പോ ബോർഡ് അപ്രൂവൽ ഗ്രാന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൺസേർഡ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റ് പെർമിഷൻ എടുക്കണം. നമ്മൾ ആദ്യമേ സ്റ്റേറ്റ് ഗവൺമെന്റിന് നേരെ പെർമിഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, കാരണം ആദ്യമേ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാതെ നേരിട്ട് നമ്മൾ ബോർഡ് ഓഫ് അപ്രൂവലിനാണ് പ്രപ്പോസൽ കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ബോർഡ് ഓഫ് അപ്രൂവൽ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രിസ്ക്രൈബ്ഡ് ടൈം പീരീഡിനുള്ളിൽ ആരുടെ പെർമിഷൻ എടുക്കണം, ആരുടെ പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റ് പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. ക്ലിയർ ആയോ? യെസ്. ഇനി മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ മോഡിഫിക്കേഷൻസോട് കൂടി എന്ത് ചെയ്യാം, വേണമെങ്കിൽ ബോർഡിന് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത പ്രപ്പോസൽ അങ്ങനെ എന്ത് ചെയ്തു, ബോർഡ് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇഫ് ദി ബോർഡ് ആക്സെപ്റ്റ് ദി പ്രപ്പോസൽ വിതൗട്ട് എനി മോഡിഫിക്കേഷൻ ഇറ്റ് ഷൽ കമ്മ്യൂണിക്കേറ്റ് ദി സെയിം ടു ദി സെൻട്രൽ ഗവൺമെന്റ്. അതായത് യാതൊരു മോഡിഫിക്കേഷനും ഇല്ലാതെ കൊടുത്ത പ്രപ്പോസൽ അങ്ങനെ ബോർഡ് ഓഫ് അപ്രൂവൽ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് അപ്രൂവൽ എന്ത് ചെയ്യണം, അത് സെൻട്രൽ ഗവൺമെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ലായിരുന്നു, അപ്പൊ ഇതിങ്ങനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഒരു ലെറ്റർ ഓഫ് അപ്രൂവൽ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്ക് ഇഷ്യൂ ചെയ്യും. സെൻട്രൽ ഗവൺമെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, കൺസേൺഡ് ആയിട്ടുള്ള ആൾക്ക് ഒരു ലെറ്റർ ഓഫ് അപ്രൂവൽ ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഇനി ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ലെറ്റർ ഓഫ് അപ്രൂവൽ ഇഷ്യൂ ചെയ്തതിന് ശേഷം അയാൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യുക, അയാളെ ഒരു കോ ഡെവലപ്പർ, അതായത് ആ SEZ മൊത്തം SEZ യൂണിറ്റിന്റെ അല്ലെങ്കിൽ SEZ ഏരിയന്റെ ഒരു കോ ഡെവലപ്പർ ആയിട്ടാണ് അയാളെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പ്രപ്പോസൽ മോഡിഫിക്കേഷനോട് കൂടിയാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇഫ് ദി ബോർഡ് അപ്രൂവ്സ് ദി പ്രപ്പോസൽ വിത്ത് മോഡിഫിക്കേഷൻ ഇറ്റ് ഷൽ കമ്മ്യൂണിക്കേറ്റ് ദി സെയിം ടു ദി കൺസേൺ പേഴ്സൺ. എന്തെങ്കിലും മോഡിഫിക്കേഷനോട് കൂടിയാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ആരാണ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രപ്പോസൽ കൊടുത്തത് അയാളോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, if the concerned person accepts the modification the board will communicate the same to the central government. അതായത് ഈ പ്രപ്പോസലിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്, ആ മോഡിഫിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷൻ കൊടുത്ത ആൾ തയ്യാറാണെങ്കിലേ എന്തുള്ളൂ, അത് മുന്നോട്ട് പോവുള്ളൂ അല്ലേ. ആ മോഡിഫിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ കൺസേൺഡ് ആയിട്ടുള്ള ആൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് മുന്നോട്ട് പോവില്ല. അപ്പൊ ഈ മോഡിഫിക്കേഷൻ ഈ കൺസേൺഡ് ആയിട്ടുള്ള ആള് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എന്ത് ചെയ്യും, ബോർഡ് ഓഫ് അപ്രൂവൽ സെൻട്രൽ ഗവൺമെന്റിനോട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ സെയിം പ്രൊസീജിയർ, അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഒരു ലെറ്റർ ഓഫ് അപ്രൂവൽ കൊടുക്കും. പിന്നെ അങ്ങനെ ലെറ്റർ ഓഫ് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൺസേൺഡ് പേഴ്സൺ വിൽ ബി കൺസിഡേർഡ് ആസ് എ കോ ഡെവലപ്പർ ഓഫ് ദി SEZ. ക്ലിയർ ആയോ?
ഇനി അടുത്തത് ഇഫ് പ്രപ്പോസൽ റിജക്റ്റഡ്, അതായത് ഈ SEZ ആക്കി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഈ പ്രപ്പോസൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡ് എന്ത് ചെയ്യണം, അതിന്റെ റീസൺസ് ഇൻ റൈറ്റിംഗ് റെക്കോർഡ് ചെയ്ത് ആ റീസൺ അത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈ ആപ്ലിക്കേഷൻ കൊടുത്ത ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, വെറുതെ ചുമ്മാ റിജക്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് ഗ്രൗണ്ട്സിന്റെ മേലാണ് റിജക്ട് ചെയ്തതെന്നുള്ള റീസൺസ് ഇൻ റൈറ്റിംഗ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി പ്രപ്പോസൽ ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഒരാള് പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ കൊടുക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നെ ആർക്കാ, സ്റ്റേറ്റ് ഗവൺമെന്റിന് പിന്നെ പ്രപ്പോസൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഏരിയ SEZ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ആർക്കാ പ്രപ്പോസൽ കൊടുക്കുക, ബോർഡ് ഓഫ് അപ്രൂവലിനാണ് പ്രപ്പോസൽ കൊടുക്കുക ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ബോർഡ് ഓഫ് അപ്രൂവൽ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുള്ള ഈ പ്രപ്പോസൽ കിട്ടിയ ശേഷം അവർക്ക് എന്തൊക്കെ ചെയ്യാം, ഒന്നെങ്കിൽ ആ പ്രപ്പോസൽ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രപ്പോസൽ എന്തെങ്കിലും ടേംസോ സബ്ജക്ട് കണ്ടീഷൻസിനോടൊക്കെ സബ്ജക്ട് ചെയ്തുകൊണ്ട് അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അത് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രപ്പോസൽ റിജക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഓഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത പ്രപ്പോസൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ്. ഇഫ് ദി ബോർഡ് അപ്രൂവ്സ് ദി പ്രപ്പോസൽ വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ ഇറ്റ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു ദി സെൻട്രൽ ഗവൺമെന്റ്. ആരോട് പറയും, മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോട് എന്ത് ചെയ്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ഇഷ്യൂ ചെയ്യും, ഒരു ലെറ്റർ ഓഫ് അപ്രൂവൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇഷ്യൂ ചെയ്യും. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലെറ്റർ ഓഫ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ആരായിട്ടാണ് കൺസിഡർ ചെയ്യുക, ഒരു കോ ഡെവലപ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പിന്നെ നിങ്ങൾ പറ, ഇനിയിപ്പോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ, എന്തെങ്കിലും ടേംസ് മോഡിഫിക്കേഷനോട് കൂടിയാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ഫസ്റ്റ് മോഡിഫിക്കേഷൻ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെന്റ് ആ മോഡിഫിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ സെൻട്രൽ ഗവൺമെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എന്താ ചെയ്യുക, ലെറ്റർ ഓഫ് അപ്രൂവൽ കൊടുക്കും. ലെറ്റർ ഓഫ് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആരായിരിക്കും, കോ ഡെവലപ്പർ ആയിരിക്കും. ഓക്കെ, ഇനി പ്രപ്പോസൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ, പ്രപ്പോസൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസൺസ് ഇൻ റൈറ്റിംഗ് റെക്കോർഡ് ചെയ്ത് അത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് സെറ്റിംഗ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, സ്പെഷ്യൽ എക്കണോമിക് സോൺ സെറ്റ് ചെയ്യാം. അവർ ഈ മറ്റേ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് റെഫർ ചെയ്യുക അല്ലെങ്കിൽ ബോർഡിനോട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ആ മാറ്റർ ബോർഡിനോട് റെഫർ ചെയ്യാതെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യുകയൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് ഒഫീഷ്യൽ ഗസറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ബീൻ എംപവർഡ് ടു നോട്ടിഫൈ എനി അഡീഷണൽ ഏരിയ ആസ് എ പാർട്ട് ഓഫ് എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. അപ്പൊ ഓൾറെഡി ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഏരിയ ആസ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ഒരു പാർട്ടായിട്ടും എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റിന് നോട്ടിഫൈ ചെയ്യാം. ക്ലിയർ ആയോ? ഡിമാർക്കേഷൻ ആസ് പ്രോസസിംഗ് ആൻഡ് നോൺ പ്രോസസിംഗ് ഏരിയ. ഡിമാർക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റിംഗ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഈ SEZന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ SEZന്റെ അടിയിൽ ഫോൾ ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ SEZന്റെ അടിയിൽ വരുന്ന ഏരിയാസ് പിന്നീട് ഫർദർ സെൻട്രൽ ഗവൺമെന്റിനോ ഏതെങ്കിലും അതോറിറ്റിക്കോ എന്ത് ചെയ്യാം, പ്രോസസിംഗ് ഏരിയാസ് ആയിട്ടും നോൺ പ്രോസസിംഗ് ഏരിയാസ് ആയിട്ടും സെപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിമാർക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രോസസിംഗ് ഏരിയാസ് ഫോർ സെറ്റിംഗ് അപ്പ് യൂണിറ്റ്സ് ഫോർ ആക്ടിവിറ്റീസ് ബീങ് ദി മാനുഫാക്ചർ ഓഫ് ഗുഡ്സ്, റെൻഡറിംഗ് സർവീസസ്. പ്രോസസിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്യുന്ന ഏരിയാസിനെ നമുക്ക് പ്രോസസിംഗ് ഏരിയാസ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിമാർക്കേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഏരിയാസ് എക്സ്ക്ലൂസീവ്ലി അല്ലെങ്കിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിംഗ് അല്ലാത്ത ഇതൊന്നും അല്ലാതെ മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് സ്പെസിഫിക് ആയിട്ട് നോൺ പ്രോസസിംഗ് ഏരിയാസ് ആയിട്ടും എന്ത് ചെയ്യാം, ഡിമാർക്കേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അതായത് മാനുഫാക്ചറിങ്, സർവീസ് പ്രൊവൈഡിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് പ്രോസസിംഗ് ഏരിയാസ് ആയിട്ടും എക്സ്ക്ലൂസീവ് ആയിട്ട് വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്റ്റോറിങ്. അതേപോലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ബൈയിങ് ആൻഡ് സെല്ലിംഗ് അല്ലെ? ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടുള്ള ഏരിയാസ് നോൺ പ്രോസസിങ് ഏരിയാസ് ആയിട്ട് എന്ത് ചെയ്യാം? ഡിമാർക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുത്താലോ? കുഴപ്പമില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സെറ്റിംഗ് അപ്പ് യൂണിറ്റ് in SC set.